ചിന്തയ്ക്കായി വേദപുസ്തകം തുറക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിച്ച് സഹായിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. വേദപുസ്തകമല്ല, എല്ലാവരും തുറന്ന് സന്തോഷത്തോടെ, മയങ്ങരുത്, ഹല്ലേലൂയ, സന്തോഷത്തോടെ ആ പുസ്തകം ഒന്ന് തുറന്നേ. മത്തായി എഴുതിയ സുവിശേഷം. അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ വേഗത്തിൽ ചിന്തിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. വളരെ സുപരിതമായ വേദഭാഗമാണ്. നമുക്ക് വലിയൊരു പ്രസംഗം കേൾക്കാൻ ഒന്നും ഇരിക്കരുത്. ശാന്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് ചില ചിന്തകൾ പറയും. അതിനോടകം തന്നെ ഈ നമ്മൾ 2-ാം ശനിയാഴ്ച ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സഭ നിരന്തരം പ്രാർത്ഥിക്കുന്നത് വരുന്ന ജനത്തിൻ്റെ വിടുതലാണ്. ചെറുതോ വലുതോ ആയ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ദൈവസഭയിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോഴും വളരെ ഗൗരവത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കർത്താവിൽ നിന്ന് അകലരുത്. കർത്താവിനോട് ഒരു ചുവടുകൂടി അടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ ഈ വായിച്ച ഭാഗം, യേശു നിരന്തരമായി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് പോലെ പ്രാർത്ഥിച്ച അനന്തരം ഒലിവ് മലയിൽ നിന്ന് യേശു കർത്താവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി തൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, സൺഡേ സ്കൂളിലെ പിള്ളേർക്കൊക്കെ അറിയാം. ഞാൻ തന്നെ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള വിഷയം. യേശുവിനോട് വന്ന് തൻ്റെ ആവശ്യം പറയുകയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യണം? ശുദ്ധമാകണം. മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകണം. സ്തോത്രം. ശുദ്ധമാക്കണം എന്നെ. 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ യേശു കർത്താവ് ഈ മലയിൽ നിന്ന് ഇറങ്ങി അനന്തരം 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേയേറെ അത്ഭുതകരമായ വിടുതലുകളാണ് 6-ാം അധ്യായത്തിൽ യേശു ചെയ്തിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്തത്. എൻ്റെ ആഗ്രഹം, ഞാനിത് ധ്യാനിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ ചില അസാധാരണ വിടുതലുകൾ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് ഹല്ലേലൂയ അനുഭവിപ്പാൻ ഇടയാകണം. കാരണം കർത്താവ് ഹല്ലേലൂയ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് യേശു കർത്താവ് ഇന്ന് പകൽ ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്ര. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. എൻ്റെ ആഗ്രഹം, നമ്മളിത് പറഞ്ഞും പ്രസംഗിച്ചും പോകുകയല്ല. ഒരു വ്യക്തിയെങ്കിലും പറയണം, യേശു എന്നെ തൊട്ടു എന്ന് പറയണം. ആ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. യേശു വന്നിടത്തെല്ലാം ഭയങ്കര വിടുതലുകളും സൗഖ്യങ്ങളും നടന്നതുപോലെ ഇതിൻ്റെ മധ്യത്തിലും അത് നടക്കാനിടയാകണം. പക്ഷെ ഇതിനെ തടുക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. യേശു എവിടെയെങ്കിലും ഇറങ്ങിയിട്ടൊരു അത്ഭുതം നടക്കാതെ പോയെങ്കിൽ അത് കൂടിയ ജനത്തിൻ്റെ അവിശ്വാസം, പല പട്ടണത്തെയും ശാസിച്ച്, പല വ്യക്തികളെയും ശാസിച്ച് യേശു കർത്താവ് സങ്കടപ്പെടുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, നീ ദൈവമല്ലേ, നിനക്കങ്ങ് ചെയ്തുകൂടെ? അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. നമ്മുടെ ജയത്തിന്റെ വിടുതലിന്റെ അടിസ്ഥാനം നമുക്ക് ദൈവത്തിലുള്ള, ക്രിസ്തുവിലുള്ള, വചനത്തിലുള്ള, പരിശുദ്ധാത്മാവിലുള്ള ആഴമായ വിശ്വാസമാണ്. ആ വാക്കുകളൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആഴമായ വിശ്വാസം വേണം. ദൈവത്തിൽ വിശ്വാസം വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ വിശ്വാസം വേണം. ദൈവവചനത്തിൽ വിശ്വാസം വേണം. അങ്ങനെ ആഴമായി വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ വിടുതലെടുക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ യഹോവ ഉണ്ട്, സത്യം. ഞാനോ അറിഞ്ഞില്ല എന്ന് പറയാൻ ഇടവരരുത്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ പാടില്ല. സ്തോത്ര. വാസ്തവമായിട്ട് ദൈവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് വിടുതൽ കിട്ടിയത്, അതുകൊണ്ടാണ് അത് നടന്നത്. സ്തോത്രം എന്ന് പറയാൻ ഇടയാകരുത്. നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റണം, ഇവിടെ ദൈവമുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്നല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയാൻ പറ്റണം. ഹല്ലേലൂയ. ആ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാൻ സ്വർഗം കൃപ തന്നു എന്ന് പറയാൻ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, യേശു കർത്താവ് താഴോട്ട് ഇറങ്ങിയാൽ വലിയ വിടുതല. ഞാനൊരു സന്തോഷം പറയട്ടെ, പല ദൈവങ്ങളും മലയുടെ മണ്ടയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം, അതെൻ്റെ സന്തോഷമാണ്. അവിടെ നമ്മൾ വലിഞ്ഞേട്ടി പോകണം. സ്തോത്രം. നമ്മൾ എഴഞ്ഞും ഹല്ലേലൂയ ചുമടെടുത്തും കൊണ്ട് നമ്മൾ പുള്ളിയെ കാണാൻ അങ്ങ് പോകണം. അതാ പല ദൈവങ്ങളെന്ന് പറയുന്ന സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവ് അങ്ങനെയല്ല. ദരിദ്രന്റെ അടുത്തേക്ക്, കഷ്ടത അനുഭവിക്കുന്നവന്റെ അടുത്തേക്ക്, കരയുന്നവന്റെ അടുക്കലേക്ക്, വേദനപ്പെട്ടിരിക്കുന്നവന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്ന് ആശ്വസിപ്പിക്കുകയും ഇങ്ങോട്ട് വന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾ ആരും ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത്ര നല്ല ദൈവമാണ്. 2024 വർഷം മുമ്പ് നിങ്ങൾ ഹല്ലേലൂയ അറിയാം. ഹല്ലേലൂയ. സ്വർഗത്തിൽ സർവ്വമഹത്വത്തോടെ ഇരുന്ന കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിൽ അടങ്ങാത്ത ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന സർവശക്തനായ സർവജ്ഞാനിയായ ശാരോനിന്റെ പനിനീർ പുഷ്പം
അതിശക്തമായ ആമേൻ ഹല്ലേലൂയ എങ്ങനെയാ വർണ്ണിച്ചു പോയാൽ തീരാത്ത ആ മഹാദൈവം സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് ആമേൻ മനുഷ്യന്റെ വേഷത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. അതാ എൻ്റെ കർത്താവിന്റെ പ്രത്യേകത. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഇവിടെ ആമേൻ കരയുന്നത് കണ്ടാൽ ഇവിടെ ഇറങ്ങി വരും. പാപത്തിൽ ആമേൻ അധംപതിച്ചു പോയ പാപത്തിന്റെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ശക്തി തകർത്ത് കളഞ്ഞ ആമേൻ നരകത്തിന്റെ അടിമത്വത്തിൽ കിടന്ന ജനത്തിന്റെ ആമേൻ വേദന അറിഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് ആര് ഇറങ്ങി വന്നു? ആമേൻ മഹാദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവരും താഴോട്ട് ഇറങ്ങുന്നവരാകണം. സ്തോത്രം. നിങ്ങൾക്ക് മറ്റുള്ളവരെ ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് നിങ്ങളാകണമെങ്കിൽ നിങ്ങളെപ്പോഴും താഴോട്ട് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. മുകളിലേക്ക് കയറുന്നവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഉന്നത ചിന്തയോടെ ഇരിക്കുന്നവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുന്നിടത്താണ്, താഴെക്കടയിലാണ് ആവശ്യക്കാരൻ, താഴെക്കടയിലാണ് ആമേൻ ഹല്ലേലൂയ കഷ്ടപ്പെടുന്നവൻ, താഴെക്കടയിലാണ് വേദന അനുഭവിക്കുന്നവൻ. അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിപ്പോയാൽ ആമേൻ നിന്റെ അകത്ത് കർത്താവ് ഉണ്ടെങ്കിൽ അവർ ആശ്വാസം കാണാൻ ഇടയാകും. നിങ്ങൾ നോക്കി, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ കേൾക്കുക, ഈ വചനം സന്തോഷത്തോടെ ആനന്ദത്തോടെ കേട്ട് നമ്മൾ കൈയടിക്കുക. സ്തോത്രം. എന്താ അതിന്റെ പുറകിൽ? ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. സ്തോത്രം. യേശു കർത്താവ് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കാതിരുന്നെങ്കിൽ സ്തോത്രം പിശാച് പന്ത് തട്ടും പോലെ നമ്മെ തട്ടിയേനെ. ഹല്ലേലൂയ. എന്തിനാ ഇത്? ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യം, നാളെയും ഇത് വീണ്ടും ചിലപ്പോൾ പറയും. പക്ഷെ എനിക്കൊരു ആവേശമാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഇന്ന് പകൽ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നതിന്റെ പുറകിൽ ആ കർത്താവ് എന്നോട് കാണിച്ച കരുണയാ. അവനങ്ങ് സ്വർഗത്തിലിരുന്ന് ആമേൻ ഹല്ലേലൂയ കണ്ടോണ്ടിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായേനെ? സ്തോത്രം. എന്തായി പോയേനെ? നമ്മളെയൊക്കെ പോലെ. സ്തോത്രം. നമ്മളങ്ങ് ഇരുന്നെങ്കിലോ ഞാൻ ആരാന്ന് നിനക്കറിയത്തില്ല. അയ്യോ, എന്നോ മഹത്വമൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പുള്ളിക്കുള്ള മഹത്വം ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള സമത്വവും ദൂതന്മാരാലുള്ള ആരാധനയും അല്ലേ? അതും വിചാരിച്ചുകൊണ്ട് പുള്ളി അവിടെ ഇരുന്നെങ്കിലോ? ഇരുന്നില്ല. എൻ്റെ യേശു കർത്താവ് ഇരുന്നില്ല. ആമേൻ എന്നെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് മാത്രമല്ല, സ്തോത്രം, നിങ്ങൾ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ ഒറ്റ വാക്ക് ഞാൻ പറയാം, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട് ആമേൻ സ്തോത്രം അങ്ങ് ആമേൻ സകല ഔന്നത്യത്തിലും ഇരുന്ന ആ എൻ്റെ യേശു കർത്താവ് കിടക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം കാൽവരി ക്രൂശിൽ. സ്തോത്ര. അതുകൊണ്ടാണ് ഇന്ന് ഹല്ലേലൂയ ഇത്ര ധൈര്യത്തോടെ നമ്മൾ ഒരുമിച്ച് ഈ ഭൂമിയിലായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുന്നത്. നമ്മൾ കരമടിച്ച് നന്ദിയാലെൻ്റെ ഉള്ളം പൊങ്ങുന്നത് അതൊക്കെ ഓർക്കുമ്പം തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കും. അതാ ഞാൻ പറഞ്ഞത്, തെറ്റല്ല. ദൈവം മുമ്പാകെ ആർപ്പെടുന്നതും ഘോഷസ്വരത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതൊന്നും തെറ്റല്ല. കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് വലിയ കാര്യങ്ങളാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വീട് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ, വണ്ടി കിട്ടിയതിനെ കുറിച്ച് സ്തുതിച്ചില്ലെങ്കിൽ, രോഗം മാറിയതിനെ കുറിച്ച് സ്തുതിച്ചില്ലെങ്കിൽ, ജീവൻ തന്നത് ഓർത്ത് സ്തുതിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ രക്തമാണ് എന്നെ ശുദ്ധീകരിച്ചത്. അവന്റെ ജീവനാണ് എൻ്റെ ജീവന് മറുവിലയായി കൊടുത്തത്. അത് ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കൊടും പാപിയായിരുന്നെ വൻ ചേറ്റിൽ നിന്ന് കഴിച്ച് ആരെങ്കിലും ഉണ്ടായിരുന്നോ സഹായത്തിന്? നിന്റെ പാപത്തിൽ നിന്ന് ഞാൻ വിടുവിക്കാമെന്ന് പറഞ്ഞ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ രക്ഷിക്കാമെന്ന് ഉറപ്പ് തരുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ? ഒന്നും ഔദാര്യമായി ചോദിക്കാതെ, ഒരു മെഴുതിരിയോ, ഒരു തിരിയോ, ഒരു രൂപയോ, ഒരു ത്യാഗമോ, സ്തോത്രം ഒന്നും ചോദിക്കാതെ നിന്റെ പാപത്തിന് വേണ്ടി സ്തോത്രം മറുവിലയായി തൻ്റെ ജീവനെ കൊടുത്തേച്ച് നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ വേറെ ആരാ ഉള്ളേ? സൗജന്യമായി കിട്ടിയ രക്ഷയ്ക്ക് നന്ദിയുള്ളവരാകണം. ആ രക്ഷ സ്വായത്തമാക്കാൻ കഴിയാത്തവർ ആ രക്ഷയെ സ്വന്തമാക്കിയിട്ട് ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, നമുക്ക് കിട്ടിയത് മറ്റൊന്നുമല്ല, നിത്യജീവന എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയെ കർത്താവ് നമുക്ക് തന്നെ. അവിടെയാണ് ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന്, ഞാനൊന്നും പറയത്തില്ല കേട്ടോ, സ്തോത്രം, ചെറുതായിട്ടൊന്ന് ഹല്ലേലൂയ സന്തോഷിച്ച് ചിരിച്ച് തന്നെ കർത്താവിനെ സ്തുതിക്കണം. പിശാച് ദൈവസഭയുടെ സന്തോഷവും ദൈവസഭയ്ക്കകത്ത് സന്തോഷത്തിൻ്റെ ഘോഷവും കേട്ട് നടുങ്ങാൻ തുടങ്ങണം. അടിമപ്പെട്ടിരിക്കരുത്. പിശാച് ഹല്ലേലൂയ നമ്മുടെ സന്തോഷം കണ്ടവൻ നടുങ്ങണം. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം കണ്ട് നടുങ്ങണം. ചുമ്മാ ആകുലതകളും വ്യാകുലതകളും പറഞ്ഞിരിക്കരുത്. ദൈവം ചെയ്തതിനെ ഓർത്ത് എപ്പോഴും സ്തുതിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് എവിടെ ഇറങ്ങി വന്നാലും വിടുതല. അവൻ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ വിടുതല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വിടുതല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നാ വിടുതൽ കിട്ടിയേ? മുഴു മാനവരാശിയുടെ വിടുതൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് നിമിത്തം ചെയ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അവൻ സർവ്വശക്തനാണ്. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ്. അങ്ങനെ ഇങ്ങനെ വിദൂരതയിൽ ഇരിക്കുന്ന ഒരു ദൈവമെന്നല്ല ബൈബിൾ പഠിക്കുന്നത്. അവൻ ഹല്ലേലൂയ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ അവൻ സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ വരും. എത്ര ഉന്നതനായ ദൈവം, പക്ഷേ എളിയവനായ
ദൈവമക്കളായ നീ ഇതിൻ്റെ അകത്ത് അവൻ്റെ നാമത്തിലിരിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഇറങ്ങി വരാൻ മനസ്സുള്ളൊരു കർത്താവാണ് എൻ്റെ കർത്താവ്. നിന്റെ അരികിൽ വരാൻ, നിന്നെ തൊടാനും കഴിയുന്ന മനസ്സുള്ളൊരു നല്ല കർത്താവിനെയാണ് സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആമേൻ കുഷ്ഠരോഗി വന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. അവനെ കാണുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. കുഷ്ഠരോഗിയെ കാണുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. പക്ഷെ എങ്കിലും ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിച്ചേ, നമുക്ക് കുഷ്ഠമുണ്ടോ? ആ വിഷയത്തിലോട്ട് കയറി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. കാരണം അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെട്ടത് എന്നെ ശുദ്ധനാക്കണമെന്ന. കുഷ്ഠരോഗി ഹല്ലേലൂയ അശുദ്ധനാണ്. കുഷ്ഠരോഗം വരുന്നത് ഹല്ലേലൂയ പാപം ഹേതുവായിട്ടാണ്. ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങളുണ്ട്. ചുമ്മാ ഇരുന്നവന് കുഷ്ഠം പൊങ്ങി, ദൈവത്തോട് അനുസരണക്കേട്. മിര്യാമിന് വന്ന കുഷ്ഠം നമുക്കറിയാം അല്ലേ? ഹല്ലേലൂയ ആമേൻ. ഗേഹസിക്ക് വന്ന കുഷ്ഠം നമുക്കറിയാം. ഒരുപാട് കുഷ്ഠരോഗികളെ കുറിച്ച് കാണാം. അതിൻ്റെയൊക്കെ കാരണങ്ങൾ അവിടെ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹല്ലേലൂയ ആ മനുഷ്യനെ അശുദ്ധനാക്കും. ആമേൻ. നമുക്കറിയാം പാളയത്തിന് പുറത്ത്, വീടിനകത്ത്, വീട്ടിന് പുറത്തെന്നല്ല, പാളയത്തിന് പുറത്ത്, വീട്ടിലെ തൊഴുത്തിൽ പോലും കിടക്കാനുള്ള അനുവാദം അവനില്ല. ഹല്ലേലൂയ. എല്ലാവരും വെറുക്കപ്പെട്ടവനാണ് കുഷ്ഠരോഗി. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒരു കുഷ്ഠരോഗി വരുമായിരുന്നു, ഒരു അമ്മച്ചി. സ്തോത്രം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കയ്യിലെ വിരളൊന്നുമില്ല. സ്തോത്രം. ഒരു തൂക്കുപാത്രം കയ്യിൽ തൂക്കിക്കൊണ്ട് അവർ വരും. അന്ന് വീട്ടിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ട് എന്നാ സ്നേഹമെന്നറിയോ അമ്മച്ചിക്ക്. സ്തോത്രം. ഇന്ന് ആ സംഭവം ഇല്ല. പക്ഷെ അവരുടെ ഹല്ലേലൂയ വിരലുകളൊക്കെ പോയി. അതിൻ്റെ ഭീകരത ഭയങ്കരമാണ്. സ്തോത്രം. കുഷ്ഠരോഗത്തിൻ്റെ. അതുപോലെ ഹല്ലേലൂയ ഒരുപാട് ത്യാഗം സഹിച്ചവർ കഴിഞ്ഞ തലമുറയിലുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ കൂടാതെ ഒരു വിടുതലില്ല, മരുന്നില്ലായിരുന്നു. വിടുവിക്കുന്നെങ്കിൽ കർത്താവിന് മാത്രമേ വിടുവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ശുദ്ധമാക്കാൻ അന്നും ഇന്ന് യേശുവിനെ കഴിയത്തുള്ളൂ. പാപനിമിത്തം വരുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. ഈ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഒരിടത്ത് കേട്ടത് ഇതാണ്. ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ ദേശത്തിൽ ഇപ്പം കുരുടന്മാർ ഭിക്ഷ എടുക്കും. അപ്പോൾ കുരുടൻ ഭിക്ഷ എടുക്കുമ്പോൾ കണ്ണടച്ചിരുന്നവൻ ഭിക്ഷ തെണ്ടുമ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ പാത്രത്തിൽ കൊണ്ട് പൈസ ഇട്ടെന്ന് അറിഞ്ഞാൽ അതുവരെ ഹല്ലേലൂയ കുരുടൻ ഭിക്ഷ അയച്ച പൈസയെ പോലും അവൻ ദൂരെ എറിയും. എന്ന് പറഞ്ഞാൽ കുരുടനായ ഒരു ഭിക്ഷക്കാരന് പോലും കുഷ്ഠരോഗിയുടെ പൈസ വേണ്ട. അവനും ഇവ അറയ്ക്കപ്പെട്ടവനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്രമാത്രം സമൂഹത്തിൽ തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട്, നിരാശയായി വെറുക്കപ്പെട്ടവനാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല അവനെ. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവനെ ഭയന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. അത് കർത്താവ് മാത്രമേ ചെയ്യത്തുള്ളൂ. തൻ്റെ ജീവനെ കളഞ്ഞുകൊണ്ട് രക്ഷിച്ച യേശു മാത്രമല്ലേ. ആമേൻ. സ്തോത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ ജീവനെ തരൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവനെ തരൂ, അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുടുംബമൊക്കെ വലുതായതുകൊണ്ട് ആ മേഖലകളിൽ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇവൻ ഹല്ലേലൂയ വന്ന്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകണമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടടാന്ന. അതാ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. സ്തോത്രം. ആർക്കും ഇവനോട് ഒരു മനസ്സലിയും ഇല്ല, ഒരു മനസ്സുമില്ല. പക്ഷെ കർത്താവ് പറയും, എനിക്ക് മനസ്സുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ ശുദ്ധമാക്. ആമേൻ. അപ്പൊ നമുക്ക് ഹല്ലേലൂയ യേശു അവനെ തൊട്ടാ ശുദ്ധമാക്കി. അതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആരും തൊടാത്ത, ഞാൻ ഒരിക്കൽ പറഞ്ഞു, മാരാമുട്ടത്ത് ആ മീറ്റിങ്ങിനാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്, ആർക്കും തൊടാൻ ആഗ്രഹമില്ല. ഒരു മനുഷ്യന്റെ തൊടലും ഒരു മനുഷ്യന്റെ സംസാരവും സ്നേഹത്തോടുള്ള ഇടപെടലൊക്കെ കൊതിച്ച മനുഷ്യന് യേശുവിൽ നിന്ന് അത് കിട്ടി. ആമേൻ. ഞാൻ പറയട്ടെ, ഇന്ന് പകല് നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ ആരായിരുന്നാലും ഏതവസ്ഥ, ഒരുപക്ഷെ കുഷ്ഠരോഗമൊന്നും കാണത്തില്ല, പക്ഷെ ഏറ്റവും ഒറ്റപ്പെടലും ഏറ്റവും വേദനയും ഏറ്റവും നിരാശയും, ആരും സ്നേഹത്തോടെ സംസാരിക്കാനില്ല, ആരും ഒന്ന് ഹല്ലേലൂയ സ്നേഹത്തോടെ തൊടാനില്ല. നമ്മൾ ഹല്ലേലൂയ ഉന്നതന്മാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ നമ്മളെ ചവിട്ടി അകന്നകന്നു പോകും. സ്തോത്രം. നമ്മളുടെ നിലവാരം അനുസരിച്ച് ആമേൻ പലരും നമ്മളെ ഒഴിവാക്കിയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നീ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിച്ചു നോക്കിയേ. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഇതിനകത്തുനിന്ന് നീ രക്ഷിക്കണമെന്നൊരു വിഷയം പറഞ്ഞു നോക്കിയേ. ആമേൻ. പരമാർത്ഥ മനസ്സോടെ നീ പറഞ്ഞ കർത്താവ് പറയടാ എനിക്ക് മനസ്സുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവിന് നിന്നെ വിടുവിക്കാൻ മനസ്സുണ്ട്. എന്നോട് ഹല്ലേലൂയ ഞാൻ ഈ വചനം എപ്പോഴും ചില ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്കൊരു പ്രയാസം തോന്നും. അതിനകത്തുനിന്ന് വലിയ കാര്യമൊന്നും പറയാനില്ലല്ലോ എന്നുള്ള ചിന്ത. പക്ഷെ ദൈവം തരുന്ന ചില വാക്കുകൾ ഭയങ്കര ആശ്വാസമാണ്. സ്തോത്രം. ഭയങ്കര ആശ്വാസമാണ് ചില വാക്കുകൾ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും നിന്നെ ശുദ്ധമാക്കാനും ഇന്ന് പകൽക്കാലം ദൈവത്തിന് മനസ്സുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്നൊന്നും പറഞ്ഞു കളയരുത്. ദൈവത്തിന് നിന്നെ ഹല്ലേലൂയ ശുദ്ധീകരിപ്പാൻ, സൗഖ്യമാക്കാൻ മനസ്സുണ്ട്. എൻ്റെ അങ്ങനത്തെ പ്രശ്നം, ആ വലിയ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടുമോ? ഞാൻ പറയട്ടെ, ആരും തിരിഞ്ഞു നോക്കാത്ത പ്രശ്നത്തെ നീ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ കർത്താവ് ഹല്ലേലൂയ വിടുതൽ തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ്റെ ആവശ്യം ശുദ്ധമാകണം. ശുദ്ധമായാലേ ഇവന് സൗഖ്യമുണ്ടാകത്തുള്ളൂ. കർത്താവ് അവനോട് പറഞ്ഞു ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. നീ ആമേൻ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ. ഉടനെ അവൻ്റെ കുഷ്ഠം വിട്ടും ആമേൻ ഹല്ലേലൂയ അവൻ ശുദ്ധനായി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വിടുവിക്കാൻ എപ്പോഴും മനസ്സുള്ളവനാണ് കർത്താവ്. വിടുതൽ തരാൻ എപ്പോഴും കർത്താവിന് മനസ്സാ. ഇന്ന് പകൽക്കാലം
പകൽക്കാലം യേശുവിന് മനസ്സില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഞാൻ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കും കർത്താവിന് പോലും കരുണയില്ല എന്ന്. പക്ഷേ നീ പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് ദൈവമേ നിനക്ക് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ, കർത്താവ് ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയും എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, കർത്താവിന് മനസ്സുണ്ട്. അപ്പം നമുക്ക് ഹല്ലേലൂയ പരമാർത്ഥ മനസ്സിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ഈ കുഷ്ഠരോഗി ഇന്ന് വന്നു. പരമാർത്ഥ മനസ്സ്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചോദിച്ചുകൂടാ? ചില വേളകളിൽ ആമേൻ ഹല്ലേലൂയ സങ്കടപ്പെട്ട് ഹൃദയത്തിന് വലിയ ഭാരം തിങ്ങുമ്പോൾ ആമേൻ ആരോടും പറയാതെ ആരെയും നോക്കാതെ വിടുവിക്കാൻ ഒരുത്തൻ ഉണ്ടെന്നറിഞ്ഞ് ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വന്ന് എന്തുകൊണ്ട് ഹല്ലേലൂയ യേശുവിനോട് ഹൃദയം തുറന്ന് ഇന്ന് പകൽ പറയാൻ പറ്റത്തില്ല, കർത്താവ് എൻ്റെ കുടുംബത്തോട് മനസ്സലിയണം, അതിന് നിനക്ക് മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചിലരോടെങ്കിലും കർത്താവ് പറയും, മകളെ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ആ വിടുതൽ തരാൻ. ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ പറയും എനിക്ക് മനസ്സുണ്ട്, ആ വിടുതൽ നീ അനുഭവിച്ചോ, ആ വിടുതൽ നീ ഹല്ലേലൂയ സ്വീകരിച്ചോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കുകയാണ്, ഞാൻ ആ വിഷയം നിനക്ക് തരികയാണെന്ന് ഇന്ന് പകൽക്കാലം യേശു ചിലരെ നോക്കിയെങ്കിലും പറയും. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അതുകൊണ്ട് സങ്കടപ്പെട്ട് കരയും, കണ്ണുള്ളവരെല്ലാം സങ്കടപ്പെട്ട് കരയണം. കർത്താവേ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയിലേ പറയണം, കർത്താവേ സഭയുടെ ഈ അവസ്ഥയൊന്ന് നോക്കണം, നിങ്ങൾ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തങ്ങൾ എല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ കരയാൻ കണ്ണുള്ള എല്ലാവരും കരയണം. എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഹല്ലേലൂയ ഈ മനുഷ്യൻ്റെ ഗതികേടാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് ഹല്ലേലൂയ കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ അഴുകിയ ശരീരം, ആ ഹല്ലേലൂയ നാറ്റം വമിക്കുന്ന ശരീരം, അസ്ഥികളെല്ലാം ഹല്ലേലൂയ കാണത്തക്കവണ്ണം മാംസം അടന്നു പോകുന്ന ശരീരം, താൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് താൻ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. അവനറിയാം പ്രമാണം അതാണ്, അവന് വിശുദ്ധൻ എന്ന് പറയാൻ പറ്റത്തില്ല. അശുദ്ധിയുള്ളവർ വിശുദ്ധൻ എന്ന് പറഞ്ഞ് നടക്കരുത് കേട്ടോ. അശുദ്ധൻ അശുദ്ധൻ എന്ന് തന്നെ ദൈവസന്നിധി പറയണം. ഹല്ലേലൂയ. എങ്കിലേ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും ഹല്ലേലൂയ അശുദ്ധി വെച്ചിട്ട് വിശുദ്ധൻ എന്ന നിലയിൽ വന്നു നിന്നാൽ ഒരിക്കലും വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അശുദ്ധൻ എന്ന് പറഞ്ഞാൽ അശുദ്ധി മാറ്റാൻ പറ്റുന്ന ഒരുവനുണ്ട്, ഒരേ ഒരുവനേ ഉള്ളൂ, ഒരേ ഒരുവനേ ഉള്ളൂ. നിന്റെ അശുദ്ധി മാറ്റാൻ പറ്റുന്ന ഒരു ഡോക്ടറും ഉലകത്തിലില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു മതങ്ങളുമില്ല, ഒരുവനേ പറ്റൂ. സ്തോത്രം. അവൻ്റെ അടുക്കൽ വിശുദ്ധി അഭിനയിച്ച് വരരുത്. കർത്താവേ ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധയാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ ആ അശുദ്ധനെ കാർക്കിച്ച് മുഖത്ത് തുപ്പത്തില്ല. മറിച്ച് ഹല്ലേലൂയ നിന്റെ അശുദ്ധി കണ്ട് എല്ലാവരും നിന്നെ ഉറച്ചാലും ആമേൻ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ ശുദ്ധീകരിച്ച് അവൻ പറഞ്ഞയക്കത്തുള്ളൂ. ഹല്ലേലൂയ. പരമാർത്ഥ മനസ്സോടെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ അവൻ ശുദ്ധി ചെയ്യാതെ പറഞ്ഞ് അയക്കത്തില്ല. ആ നല്ല കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നവരൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ, സന്തോഷത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പരമാർത്ഥ മനസ്സോടെ അടുത്തു വരണം. ഇങ്ങനെ ഒരു ദൈവമുള്ളപ്പോൾ അശുദ്ധി ഒരു കോണിൽ വച്ചിട്ട് നമ്മൾ ജീവിക്കരുത്, നമ്മുടെ തകർച്ചയാത്. ഹല്ലേലൂയ. അശുദ്ധിയോടെ നമ്മൾ ജീവിക്കരുത്. ആമേൻ. ജീവിതത്തിൽ എത്ര ഹല്ലേലൂയ കഠിനമായ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളെ തകർക്കുന്ന ഒരു രോഗവും കൊണ്ട് നമ്മൾ ജീവിക്കരുത്. മനസ്സുള്ളൊരു കർത്താവുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ച വിഷയം എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിൻ്റെ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്നുകിൽ ആ പ്രശ്നത്തെ വേരോടെ തമ്പുരാൻ പിഴുതു കളയും, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ മുകളിൽ പരാജയപ്പെടാതെ കരുത്തോടെ ഒരു പിശാചും ജയിക്കാതെ ഒരു ആമേൻ ഹല്ലേലൂയ മനുഷ്യനെ നിന്നെ നോക്കി ജയം കൊള്ളാതെ വണ്ണ ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ തേജസ്സോടെ ദൈവം നിർത്തും. അതുകൊണ്ട് ഹല്ലേലൂയ പറയുന്നത് വ്യക്തതയോടെ പറയണം, പറയുന്നത് വ്യക്തതയോടെ പറയണം. എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും നടക്കുമെന്ന ചിന്തയിലിരിക്കരുത്. നിന്റെ അകം ഹല്ലേലൂയ ശോധന ചെയ്യണം, ഇഴകീറി പരിശോധിക്കണം. കർത്താവ് എവിടെയെങ്കിലും ഒരു അശുദ്ധിയുടെ ഘടകമുണ്ടോ? ഞാൻ പറയട്ടെ, നീ കൊടുക്കുന്ന കാണിക്കോ, നീ കൊടുക്കുന്ന ഹല്ലേലൂയ ഒന്നിനും ആമേൻ ഹല്ലേലൂയ നിന്നെ ആമേൻ ശുദ്ധീകരിക്കാൻ പറ്റത്തേയില്ല. നീ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിക്കും പറ്റത്തില്ല. മറിച്ചത് നീ യേശുവിനോട് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം വേര് ബാക്കിയില്ലാതെ ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യനോ ഒരു പിശാചിനോ നിന്നെ നോക്കി ആമേൻ കുറ്റം വിധിക്കാൻ കഴിയാതെ വണ്ണ ആമേൻ ഹല്ലേലൂയ അതിനെ വേരോടെ പിഴുത് നിന്നെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നീ തുറന്നു പറയണം. ഹല്ലേലൂയ. അശുദ്ധിയോടെ ഒരു മനുഷ്യനും ജീവിക്കരുത്. പരമാർത്ഥ മനസ്സോടെ പറയണം. നാളെ പാപം ചെയ്യാൻ വേണ്ടി പറയരുത്. സങ്കടപ്പെട്ട് കരഞ്ഞ് നീ ദൈവസന്നിധി വന്ന മോനെ നീ ശുദ്ധമായിക്കോ എന്നേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. നല്ല രാമൻ പറയാൻ ആരും ഇല്ലല്ലോ. അയ്യോ, നമ്മള് വിശുദ്ധിയെ തികച്ചു ഞാൻ ഒരുങ്ങി നിൽക്കും, ഇങ്ങോട്ട് വന്നാൽ പോവാന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് തെറ്റുപറ്റിപ്പോയി സഹോദര. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ നോട്ടത്തിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ വിചാരങ്ങളിലോ എൻ്റെ സംസാരത്തിലോ എൻ്റെ കർത്താവിൽ നിന്നെ അകറ്റുന്ന, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെ അകറ്റുന്ന ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് നിനക്ക് മാത്രമേ ശുദ്ധമാക്കാൻ പറ്റൂ. ഏത് സോപ്പിട്ട് കുളിച്ചാലും മാറ്റം വരത്തില്ല.
പക്ഷെ കർത്താവ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതിനെ പോലും അപവാദിയായ പിശാച് നിരന്തരം നമ്മെ കുറ്റപ്പെടുത്തുന്ന വിഷയത്തെ പോലെ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുക. സൗഖ്യവും ദൈവം തരും. ആമേൻ. ഹല്ലേലൂയ. ശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ നടക്കും. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ ദൂത് കർത്താവ് തന്നതെന്ന്. വലിയ സന്തോഷത്തോടെ ഞാനിത് പറയുന്നത്, വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഗൗരവം തോന്നുന്നെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞും കർത്താവിനാൽ ഹല്ലേലൂയ നീതീകരിക്കപ്പെട്ടവരായി കർത്താവിനാൽ സൗഖ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ട് കാര്യം ഞാൻ പറയും. ഒന്ന്, എൻ്റെ ശുശ്രൂഷയിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്ന്, പാപനിമിത്തം വന്ന ഒരു അനർത്ഥം, ഒരു രോഗം, ഒരു ഹല്ലേലൂയ തിന്മ, ഒരു പൈശാചിക ശക്തി നമ്മുടെ കുടുംബത്തിൽ നമ്മിൽ പാടില്ല. പാപനിമിത്തം വന്നത്. കാരണം പാപത്തിന് പരിഹാരം തരാൻ ഒരു യേശു ഉള്ളപ്പോൾ ആമേൻ ഹല്ലേലൂയ പിശാച് പാപത്തിന്റെ മുഖം വെച്ച് നമ്മളെ ശിക്ഷിക്കരുത്. ഈ ഭൂമിയിലും ആമേൻ നമ്മളെ നരകത്തിലും പോകരുത്. രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം. പാപനിമിത്തം നരകത്തിൽ പോകരുത്, പാപനിമിത്തം രോഗം ചുമക്കരുത്. പാപനിമിത്തം വരുന്ന രോഗത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഒരു വിഷയമുണ്ട്. രണ്ട്, ആമേൻ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ വച്ച രോഗം നമ്മുടെ മേൽ ഇരിക്കരുത്. ആമേൻ. പാപനിമിത്തം വന്ന രോഗം, തിന്മ ഇരിക്കരുത്. പിശാച് നമ്മുടെ മേൽ വെച്ച രോഗവും തിന്മയും ഇരിക്കരുത്. ഇത് രണ്ടും നമ്മിൽ നിന്ന് മാറ്റാൻ കെൽപ്പുള്ള ഒരേ ഒരുവനേ ഉള്ളൂ, യേശു മാത്രം. ഇത് രണ്ടും മാറ്റാൻ ഉലകത്തിലെ ഒരു മനുഷ്യന് കഴിയത്തില്ല. പാപശക്തിയെ നീക്കാൻ പറ്റത്തില്ല കേട്ടോ, ശുദ്ധി ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഹല്ലേലൂയ എവിടെ ചെന്ന് കുളിച്ചാലും നടക്കുകയില്ല, കർത്താവിനെ പറ്റത്തുള്ളൂ. രണ്ട് പിശാച് വെച്ച നുകം നിന്റെ കുടുംബത്തിലോ നിന്റെ ശരീരത്തിലോ ഭാവിയിലോ തലമുറയിലോ ബിസിനസ്സിലോ ആമേൻ സ്തോത്രം എവിടെ വെച്ചാൽ അതിനെ നിങ്ങൾ എവിടെയെല്ലാം പോയി തിരിച്ചും മറിച്ചും ക്രിയ ചെയ്താൽ അതിനെ വേരോടെ പറിച്ചു കളയാൻ ഒരുത്തനെ പറ്റത്തുള്ളൂ, യേശു കർത്താവിന്. കാരണം വചനം പറയുന്നവൻ പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനാ വന്നേ. ഹല്ലേലൂയ. ആര് കെട്ടിയാലും അഴിച്ചു കളയാൻ യേശുവിന് പറ്റും. അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിൽ നമ്മൾ തോൽക്കരുത്. അതാ ഒരു ദൈവസഭ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം. പിശാച് ആമേൻ ഹല്ലേലൂയ വച്ച നുകം നമ്മുടെ മേൽ വാടരുത്, പാപം നമ്മളെ തകർക്കരുത്. കാരണം രണ്ടിനും പരിഹാരകൻ നമുക്കുണ്ട്. രണ്ടിനും പരിഹാരകൻ നമുക്കുള്ളപ്പോൾ നമ്മൾ തകർന്നു പോകരുത്, ആമേൻ ഉടഞ്ഞു പോകരുത്. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ആമേൻ ഹല്ലേലൂയ ദാവീദൊക്കെ പറഞ്ഞു തൻ്റെ ആമേൻ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? അത് ഭയങ്കര ഒരു കൃപയാ. സ്തോത്ര. രണ്ടാമത് ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ തരാൻ ദൈവത്തിന് പറ്റും. അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ മനുഷ്യൻ പറയുന്നത് പോലെ അല്ല. നീ പോടാ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് ആട്ടി പായിച്ചോ, 10 അടി മാറി നിൽക്കാൻ പറഞ്ഞോ. നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും സഹതാപം തോന്നിയ പൗലോസ് ചെയ്തതുപോലെ നമ്മൾ റൂമാലൊക്കെ എടുത്ത് വേണമെങ്കിൽ എറിഞ്ഞിട്ട് പോവാൻ പറയും. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യോ? സ്തോത്രം. പക്ഷെ കർത്താവ് തൊട്ട് കേട്ടോ. സ്തോത്രം. എനിക്ക് സന്തോഷം തോന്നിയെന്നറിയാമോ? ഭയങ്കര നാറുന്ന അനുഭവമായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ അടുത്ത് ചെല്ലുന്നത് പോലും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ആമേൻ സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ യേശുവിൻ്റെ അടുക്കൽ പോയി അവൻ മുഖം നോക്കത്തില്ല, ഗ്ലാമർ നോക്കുന്നില്ല, ആമേൻ സാഹചര്യം ഒന്നും നോക്കുന്നില്ല, തൊടാൻ അവൻ്റെ മനസ്സേ അത് ഭയങ്കര, അത് അനുഭവിക്കുമ്പോൾ ഭയങ്കര. സ്തോത്രം. പാപത്തിന്റെ ഭാരത്ത് അതിൽ നിന്ന് കരഞ്ഞു നോക്ക്. നിങ്ങൾക്ക് ഇതൊന്നും ഒരു സന്തോഷം വരുന്നില്ലല്ലേ? ഈ പാപം എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കൊണ്ട് നീ ദൈവസന്നിധിയിൽ ഇങ്ങനെ മുട്ടൊന്നും കുത്തണ്ട, ചരിഞ്ഞിരുന്ന് യേശുവപ്പാ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ, ഒരു അശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്ന് പറയാൻ കരഞ്ഞു നോക്കിയേ. നീ നെടുവേർപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റും? എഴുന്നേറ്റ് പോകാൻ കർത്താവ് അവസരം തരുമോ? ഒരിക്കലും വരത്തില്ല. ആമേൻ. നെഞ്ചത്തടിച്ച് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാതെ നീ അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മളെ ആ തലത്തിലോട്ട് എത്തിക്കത്തില്ല. നമ്മൾ സ്വയം നീതിയിൽ ഞാനെത്ര കുഴപ്പക്കാരനൊന്നും അല്ലെന്ന ചിന്തയിൽ നമ്മൾ നടക്കും. അതാ പ്രശ്നം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കാഠിന്യം ഇരിക്കും. നമുക്ക് ആ ഒരു ഹല്ലേലൂയ ഞാൻ പറയുന്ന നിങ്ങൾ ഈ ഒരു അളവിൽ നിന്നാ എപ്പോഴും നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യവും എപ്പോഴും സന്തോഷം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് പിശാച് മുഖം വച്ചു എന്ന് പറഞ്ഞിരിക്കരുത്. അഴിക്കാൻ എനിക്ക് ഒരുവനുണ്ട്, അവന്റെ അടുക്കൽ വന്നാൽ അവൻ ആമേൻ വല്ലാതെ കെട്ടിപ്പോയി തൊടത്തില്ല എന്നൊന്നും പറയത്തില്ല. സ്തോത്രം. അഴിച്ചുവിടാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ബൈബിളിൽ ഒരുപാട് കുഷ്ഠരോഗികളുണ്ട്, ഒത്തിരി കുഷ്ഠരോഗികൾ നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണാം, പുതിയ നിയമത്തിൽ കാണാം. സ്തോത്രം. പഴയ നിയമത്തിൽ ഒരുപാട് കുഷ്ഠരോഗിയുണ്ട്, ദൈവം വിടുവിച്ച കുഷ്ഠരോഗികളുമുണ്ട്. സ്തോത്രം. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണാം. ഞാൻ ഇത് പെട്ടെന്ന് മുമ്പിലേക്ക് ഒരു 6-ാം അധ്യായത്തിൽ വന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേക്കും. സ്തോത്രം. 2 രാജാക്കന്മാർ 5:11. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ദമേശക് മതി. സ്തോത്രം. അത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായി കേൾക്കുന്നവർക്ക് മനസ്സിലാകും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആരാം രാജാവിൻ്റെ സൈന്യാധിപനായ മനുഷ്യൻ. ആമേൻ. സ്തോത്രം. ബൈബിൾ പറയുന്നത്
അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, അറിയാവുന്നുള്ള വിഷയമാണ്. പരാക്രമശാലിയാൾ, ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് പറ്റും, പക്ഷെ പുള്ളി കുഷ്ഠരോഗി. അത് ഭയങ്കര ഗതികേട്, അഷ്ടോത്തരം. നമ്മളിന്ന് കേൾക്കുമ്പോഴേ ഇതൊരു കഥ കേൾക്കും പോലെ കേൾക്കരുതേ. ഇതെല്ലാം പ്രസംഗിക്കുന്ന എല്ലാം പ്രസംഗിക്കുമ്പോൾ ഞാനും നോക്കിയിട്ട് കർത്താവ് എല്ലാം ഓക്കെയാണ്, പക്ഷെ ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ഭയങ്കര സംഭവം, നമ്മൾ ഭയങ്കര സംഭവം. പക്ഷെ ആ ഒരു പ്രശ്നം ഇങ്ങനെ പറയുന്ന ഒരു ഇതിനകത്ത് കാണും, എല്ലാം ഓക്കെയാണ് ദൈവദാസനെ, പക്ഷെ ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ, ആ ഒരു പ്രശ്നം എല്ലാം സന്തോഷം, പക്ഷെ ഈ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലില്ലായിരുന്നെങ്കിൽ എല്ലാം സന്തോഷം, പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ ഒരു വിടുതൽ നടന്നെങ്കിൽ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതിനകത്തുണ്ടോ? ഞാനിത് ആരോടാ പ്രസംഗിക്കുന്നേ? ശ്രോത്ര, അങ്ങനെ പറയുന്നവരുണ്ട്. ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ നിന്ന്, ആ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന്, ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതം ഒരുപാട് എനിക്ക് ശോഭിക്കാൻ പറ്റുമായിരുന്നു, ഒരുപാട് എനിക്ക് വിടുതൽ അനുഭവിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാൻ യേശുവിന് പറ്റും. ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ യേശുവിന് പറ്റും. ആ ഒരു പ്രശ്നവുമായി ഇനി നീ മുമ്പിലേക്ക് പോകരുത്. ശ്രോത്ര, ഇവിടെ ഇങ്ങനെ ഹല്ലേലൂയ പരാക്രമശാലി അവൻ, അതുകൊണ്ട് ആ കുഷ്ഠരോഗിയായിട്ടും അവൻ ഹല്ലേലൂയ മുമ്പിലേക്ക് പോകുന്നത്. അവൻ നല്ല ഫുൾ സ്ലീവൊക്കെ ഇട്ട് പടച്ചട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അറിയത്തില്ല ആൾക്കാർക്ക്. പക്ഷേ ഹല്ലേലൂയ അവൻ്റെ വീട്ടിലെ വേലക്കാരിയായ കൊച്ചുമക്കളൊക്കെ കേൾക്കണം, വേലക്കാരിയായ ഒന്നിനും കൊള്ളാത്തൊരു കൊച്ച്, അല്ലെങ്കിൽ പേരും പ്രശസ്തിയില്ല, ആ കൊച്ച് ഹല്ലേലൂയ ഈ നയമാൻ്റെ കുഷ്ഠം അറിഞ്ഞു. മറ്റുള്ളവരുടെ കുഷ്ഠം അറിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കരുത്. അയ്യോ, ഞാനെന്ന് എന്തോ ഈ പറയണത്, ആരെടുത്താ? എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നേ, അല്ലെങ്കിൽ ഞാൻ മറ്റു ദേവാസ്മാരെ ചെയ്യുമ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ കൊണ്ടിരുത്തിക്കും. ഞാൻ മിണ്ടാതൊന്ന് ചെയ്യുന്ന ആളാണ്. സാധാരണ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വരണവരെല്ലാം പറയും ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റിരുന്നു. അടുത്ത് പറയും നിങ്ങളുടെ അനുസരണത്തിനായി നന്ദി. എന്തിനാ എന്നെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യും? ഇതൊക്കെ എനിക്കും അറിയാം, കാണാതെ ഞാനും പഠിച്ചു വെച്ചിരിക്കുന്ന വിഷയം. സന്തോഷത്തോടെ കേട്ടെ, സ്തോത്രം, സന്തോഷത്തോടെ കേട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇദ്ദേഹം ഹല്ലേലൂയ ഈ ഫുൾക്കൈയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആർക്കും അറിയത്തില്ല. പക്ഷേ ഈ അടിമ പെൺകുട്ടി കണ്ടു കേട്ടോ, കുഷ്ഠമുള്ളത് അറിഞ്ഞു. കുഷ്ഠം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം, അശുദ്ധി, സ്തോത്രം, പാപം. ഈ കുഷ്ഠമുള്ളത് അറിഞ്ഞപ്പോൾ ആ കുഷ്ഠം പരിഹരിക്കാൻ ഒരുവൻ ഉണ്ടെന്നുള്ളത് ഈ കുഞ്ഞ് പറഞ്ഞു. ഇന്നടുത്തൊരു പ്രവാചകനുണ്ട്, എലീഷ പ്രവാചകനെ കുറിച്ച് കൊച്ചിനറിയാം. ഈ വലിയ ഉന്നതന്മാർക്കൊന്നും ഇത് അറിയാനും പറ്റത്തില്ല, അറിഞ്ഞാൽ പറയത്തുമില്ല. നിങ്ങൾ ഹല്ലേലൂയ എന്നെ നോക്കി, ഞാൻ കുറിച്ചുകൊണ്ട് വന്നൊന്നും പറയല്ല ഈ വിഷയം. അവിടുത്തെ ഈ രാജകൊട്ടാരത്തിലൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല മക്കളെ. വലിയ വലിയ ആൾക്കാർക്കൊന്നും യേശുവിൻ്റെ മഹത്വത്തെ ഒന്നും അറിയത്തില്ല. അവർ ഈ കുഷ്ഠവും ചുമന്നുകൊണ്ട് നടക്കുക ഈ മനുഷ്യൻ. പക്ഷെ ഈ വീട്ടുവേല ചെയ്യാൻ വന്ന, വസ്ത്രമലക്കാൻ വന്ന, അല്ലെങ്കിൽ അടിമയായി വന്ന ഈ പെങ്കൊച്ചിന് കുഷ്ഠരോഗത്തിന്റെ പരിഹാരത്തെക്കുറിച്ച് അറിയാം, ദൈവത്തെക്കുറിച്ച് അറിയാം, പ്രവാചകനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. ശ്രോത്രം, ഇവിടെ ഒരു സാക്ഷ്യമെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയണം, വന്നാ വിടുതലാന്ന്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ആശയം പിടിയിട്ടുന്നുണ്ടോ? നീ നോക്കുമ്പോൾ എനിക്കറിയാം പഴയ ലെവലൊന്നും അല്ല, ഞാനിപ്പോൾ വേറെ ലെവൽ. അതുകൊണ്ട് താണവരെ കുറിച്ച് എൻ്റെ അടുത്ത് പറയണ്ട, ഞാനിപ്പോൾ ഭയങ്കര ലെവലിലാണ്. ശ്രോത്രം, ഇനി ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് ഞാനൊരു വരവ് വരും. ആമേൻ. ശ്രോത്രം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ഉയർച്ച പ്രാപിക്കട്ടെ, അത് തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നോ പ്രിയരെ, എനിക്ക് കിട്ടിയ അറിവ് പലർക്കും കിട്ടിയിട്ടില്ല. യേശു രക്ഷിക്കും എന്ന് നിനക്ക് കിട്ടിയ അറിവ്, യേശുവിലൂടെ മാത്രം രക്ഷയെന്ന് പലർക്കും അറിയത്തില്ല. പറയേണ്ട ഇടത്ത് പറഞ്ഞോളണം കേട്ടോ. ഈ സഹോദരി കൊച്ചി ചെയ്ത് എന്നാന്നറിയാമോ? കൊച്ചു പെൺകുട്ടി, അവൾ പറഞ്ഞു ഇന്നടുത്തൊരു പ്രവാചകനുണ്ട്, ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. ആ റൂട്ട് കണ്ടോ നിങ്ങള്? നേരെ പോയി രാജാവിന്റെ അടുത്ത് പറഞ്ഞില്ല, അകമ്പടി നായകന്റെ അടുത്ത് പറഞ്ഞില്ല, അവന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത്, യജമാനോട് പറ, നീ എന്തിനാ ഈ കുഷ്ഠം കൊണ്ട് നടക്കുന്ന? ഒരു പ്രവാചകനുണ്ടല്ലോ, ചെന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ എന്ന് പറഞ്ഞു. സഹോദരൻ, അത് പറഞ്ഞപ്പോഴേ അവർക്ക് ബോധോദയം വന്നത്. അവർ ചെന്ന് നേരെ അവിടെയും പുള്ളി എടുത്ത ആ ഒരു തീരുമാനം കണ്ടോ, യേശുവിന്റെ ഈ സൗഖ്യത്തിന് വേണ്ടി വരുന്നതാ. ആമേൻ. സ്തോത്രം. നേരെ ചെന്ന് രാജാവിന്റെ എഴുത്ത്, രാജാവിനോട് പറഞ്ഞു ഇന്ന രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്ന് സൗഖ്യം ആയി വരാൻ എനിക്ക് അനുവാദം തരണം. രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് തൻ്റെ തനിക്കോണം എടുത്തു, പേപ്പർ എടുത്ത് രാജാവ് ഒരു എഴുത്ത്. അപ്പുറത്തെ ഇസ്രായേലിലെ രാജാവിന് രാജാവ് ഒരു എഴുത്ത്, എൻ്റെ സേനാധിപൻ വരുന്നുണ്ട്, അവന് വേണ്ടത് ചെയ്തോടെ, സൗഖ്യത്തിന് വേണ്ടി വരിക എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് സീലും വെച്ച് പേപ്പർ കൊടുത്തു. അപ്പോൾ ഇവൻ എന്നതാ, കുഷ്ഠരോഗിയാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ട്. ഈ സൈന്യത്തിൻ്റെ അവർ രഥമൊക്കെ പൂട്ടി സെറ്റായിട്ട് കുറേ പൈസയൊക്കെ എടുത്ത് വെച്ച് ഈ രാജാവിൻ്റെ എഴുത്തും പിടിച്ചുകൊണ്ട് പോവാ. ഇങ്ങനെ വരുന്നതാണ് ലോകഗതികേടെന്ന് പറയുന്നത്. നമ്മൾ എന്തോ ഇപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഈ പുള്ളിയെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വരണത് തെറ്റാണ്, രീതി തെറ്റാണ്. വായിച്ച വാക്യത്തിനകത്ത് അതുണ്ട്. ഈ പുള്ളി പൈസയൊക്കെ എടുത്തുകൊണ്ട് രാജാവിൻ്റെ ലെറ്റർ, സ്തോത്രം, നീ ഏത് ആളെ ലെറ്റർ ഉണ്ടല്ല, നീ എന്നാ കുടുംബം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വന്ന യേശുവിന് മനസ്സലിയൊന്നാണോ?
ആരായിരുന്നാലും അങ്ങനെയൊന്നും കർത്താവിന് മനസ്സലിയത്തില്ല. വരേണ്ട വണ്ണം വരണം. ശ്രോത്ര, അപ്പൊ നല്ലൊരു അഭിഷക്തനാണ് എലീഷ. ശ്രോത്ര, ഇദ്ദേഹം കൊണ്ട് ഈ എഴുത്തെല്ലാം കൊണ്ട് നേരെ രാജാവിന്റെ അടുക്കൽ പോയി. ഇസ്രായേൽ രാജാവിന്റെ കൊണ്ട് ലെറ്റർ കൊടുത്തു. പുള്ളിയെടുത്ത് ലെറ്റർ വായിച്ചു നടുങ്ങി വസ്ത്രം കീറി. എന്നിട്ട് പറയും, അവൻ അടിയുണ്ടാക്കാൻ ഇത് ചെയ്ത്. എന്റെ ഭാഷയെ പറഞ്ഞ യുദ്ധത്തിന് ശ്രമിക്കുക, അടിയുണ്ടാക്കാനാ. ജീവിപ്പിക്കാനും മരിക്കാനും ഞാൻ ദൈവവും. ലെറ്റർ വായിച്ചു പുള്ളി രാജാവ് ചോദിക്കുക. ആ തിരിച്ചറിവ് നമുക്ക് വേണം കേട്ടോ. ജീവിപ്പിക്കാനും മരിക്കാനും കഴിയുന്ന ഒരേ ഒരുവനുള്ള ദൈവം. രാജാവിന് അറിവുണ്ട്. പുള്ളി ലെറ്റർ വായിച്ചു വെച്ച് കാര്യം ഈ നയമാന്റെ കുഷ്ഠം മാറ്റാൻ രാജാവിന് കഴിയത്തില്ല. പുള്ളി നടുങ്ങി. ഇപ്പൊ പ്രശ്നമാവും. ഞാനിത് പറ്റത്തില്ലെന്ന് തിരിച്ച് ലെറ്ററും കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ രണ്ടും കൂടെ യുദ്ധമാകും. അതാ ഫലം നടുങ്ങി വസ്ത്രം കീറി വെച്ച് പറഞ്ഞ്. എന്നിട്ട് ആ പുള്ളി ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. രക്ഷിക്കാനും കൊല്ലാനും ഞാൻ ദൈവം. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ രക്ഷിക്കാനും കൊല്ലാനും പറ്റുന്ന ഒരുവൻ ഞാൻ രാജാവാ, ഞാൻ ദൈവമല്ല. ആ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഈ വസ്ത്രം കീറിയത് നടുങ്ങിയത് എലീഷ അറിഞ്ഞിട്ട് എലീഷ പറഞ്ഞു, ആ റൂട്ട് തെറ്റി ഇങ്ങും കൊണ്ടുവരാൻ പറയാം. അവിടെ അല്ല പോവേണ്ട. കുഷ്ഠം മാറണമെങ്കിൽ ഇവിടെ റൂട്ട് തെറ്റി കിടക്കുന്ന സകലത്തെയും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. മുട്ടയിലെഴയുന്നവനും തലയിട്ടിടിക്കുന്നവനും എന്തെല്ലാം പരിപാടി ചെയ്യുന്നവർ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. സ്തോത്രം. നമ്മൾ എന്നാ ചെയ്യണം? എടി ഞാൻ ഇന്നടുത്ത് പോവുകയാണ്, ഒരു ഉരുളി കമത്തി നോക്കാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുവാണെങ്കിൽ ടാറ്റ കൊടുത്ത് വിടും. അങ്ങനെയല്ല, അത് നടക്കത്തില്ല. നീ കർത്താവിന്റെ അടുക്കലാന്ന് പറയണം. കർത്താവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. സ്തോത്രം. പാപക്ഷമയ്ക്ക് വേണ്ടി മല കയറുന്നവരടുത്തൊക്കെ പറയണം, സ്നേഹിത, മലയിൽ നിന്ന് ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ചയും പ്രസംഗിച്ചു. അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ ഇറങ്ങി വിടുവിക്കാൻ വന്നൊരു കർത്താവുണ്ട്. നീ അവന്റെ അടുക്കലാണ് പോകേണ്ടത്. അവന്റെ രക്തത്തിന് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കാൻ പറ്റൂ. കൊച്ചു വർത്തമാനം പറഞ്ഞാൽ മതി. സ്തോത്രം. ആ കൊച്ചു ചെയ്ത് ഒറ്റ വാക്ക കഴിയുന്ന ഒരുവനുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. സ്തോത്രം. അപ്പൊ എലീഷ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം നേരെ അടുത്ത ആ പൈസ എല്ലാം കൂടെ എടുത്ത് നേരെ വണ്ടി കയറ്റി തേര് തെളിച്ച് എലീഷയുടെ അടുക്കൽ. പുള്ളി വിചാരിച്ചു എന്നറിയാമോ, ഞാൻ വലിയ സംഭവമാണ്, പ്രവാചകൻ ഇറങ്ങി വരും. നമ്മളെക്കുറിച്ചും പലരും അങ്ങനെ ചിന്തിക്കും. ഞാൻ അങ്ങനെയാ, ഞാൻ എവിടെയും ഇറങ്ങി വരുന്ന ആളാ, എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല, ഒരു ഇതുമില്ല. പക്ഷെ എലീഷ അങ്ങനെ അല്ലായിരുന്നു. വീട്ടിനകത്ത് കയറ്റിയില്ല, മുറ്റത്ത് കയറ്റിയില്ല. നയമാൻ വരുന്നു എന്ന് പറഞ്ഞവൻ പറഞ്ഞു, നീ അവന്റെ അടുത്ത് പറ, യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം, ഇതാണ് ഇച്ചിരി പ്രയാസമുള്ള വിഷയം, യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. സ്തോത്രം. മുങ്ങാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ എന്നാന്ന് പറയാം, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്തോരം കുളമുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്തോരം നദിയുണ്ട്. സ്തോത്രം. അവിടെ ഒന്നും നദി ഇല്ലാഞ്ഞിട്ടോ, ഇനി ഇവിടെ ഞാൻ വണ്ടിയും പിടിച്ച് വന്നിട്ട് യോർദാനി പറഞ്ഞു വിടാൻ. എന്നിട്ട് പുള്ളി പറയാം, ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കും, എന്നിട്ട് അവൻ്റെ കൈയെടുത്ത് എൻ്റെ മേൽ ഇങ്ങനെ വീശി ഓടാൻ സൗഖ്യം നടക്കും. സ്തോത്രം. അവൻ്റെ പുള്ളിയുടെ ആദ്യം തൊട്ടേയുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവസന്നിധി വന്നപ്പോൾ അതാ ഞാൻ പറഞ്ഞു, പുള്ളിയുടെ മനസ്സ് മുഴുവൻ. ഇപ്പൊ ഇതിനകത്തിരിക്കുന്നവർ വിചാരിക്കും പാസ്റ്റർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഫ്രണ്ട് വിളിക്കും, നമ്മൾ നൈസായിട്ട് ഓടി വന്ന് നിൽക്കും, പുള്ളി കൈ വയ്ക്കും, അല്ലെങ്കിൽ കൈ വീശും. വിടുതല. അങ്ങനെ ഒന്നും നടക്കുന്ന സംഭവം അല്ല ഇത്. മുൻവിധിയോടെ വരരുത്. നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം വിടുവിക്കുന്നേ, നമ്മുടെ ഇഷ്ടത്തിന്. എപ്പോഴും നിങ്ങൾ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുന്നെങ്കിൽ അതിനകത്ത് അന്ന് ദൈവത്തിന്റെ ഹിതം എന്താ, അതാണ് പ്രതീക്ഷിക്കേണ്ടത്. കർത്താവ് ഒരിക്കലും ഒരുപോലെ ആരെയും വിടുവിച്ചിട്ടില്ല. നമ്മളതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവ് ഞാനല്ല, ഞാനെങ്കിൽ എനിക്ക് ഇന്നലെ ചെയ്ത വഴിയെ എനിക്കറിയാവൂ. അതുകൊണ്ട് ഞാൻ പറയും, എടാ നിനക്ക് ആ വിഷയത്തിനാണെങ്കിൽ അതുവഴി തന്നെ പോ. കാരണം എനിക്ക് അങ്ങനെയാ കിട്ടിയത്. പരിശുദ്ധാത്മാവ് ഞാനല്ല, പരിശുദ്ധാത്മാവ് മനുഷ്യനല്ല, അവൻ ഏത് തരത്തിലും പ്രവർത്തിക്കാൻ പറ്റും. സ്തോത്രം. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരരുതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കുക. പക്ഷെ വരുമ്പോ കർത്താവ് ആ ദൈവദാസൻ കൈവച്ചാലും ആ ദൈവദാസൻ തുപ്പിയാലും തുപ്പത്തില്ല കേട്ടോ. സ്തോത്രം. തുപ്പുന്ന വേറെ ആൾക്കാരുണ്ട്, ഭക്ഷണത്തിലൊക്കെ തുപ്പുന്ന. നമ്മൾ തുപ്പത്തില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചിന്ത ഏതായിരിക്കണം. ആ കുരുടന്റെ കണ്ണിൽ തുപ്പി കുഴച്ച് ചേറ് വെച്ചപ്പോ അവൻ കുരുടനായോണ്ട് കണ്ടോണ്ടു, നല്ല കർത്താവ് അന്നൊരെണ്ണം മേടിച്ചേന്. ചെകിടന്റെ കാത് തുറക്കാനാണ് കുഴച്ചു വാരി ചെവിയിൽ വെക്കാൻ പോയെങ്കിൽ അന്നേരം കർത്താവിന് കിട്ടിയേനെ. ഞാൻ ചിന്തിച്ചതാ. പിന്നെ അയാളെ കണ്ണ് കണ്ടുവിടാത്തോണ്ട് അറിയത്തില്ല എന്താ ചെയ്യണമെന്ന്. പുള്ളി എന്നാലും കാണുന്നവന്മാർ കണ്ടല്ലോ, അവരെ കാണിക്കാനാ അത് ചെയ്ത്. സ്തോത്രം. പോട്ടെ, എന്റെ വിഷയമല്ല. പക്ഷെ കർത്താവേ, നിന്റെ സന്നിധി വരുമ്പോ എനിക്ക് മുൻവിധിയൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഒരു വിടുതലിന് വേണ്ടി വന്നിരിക്കുമ്പോൾ തമ്പുരാൻ എന്നാ പറയുന്നേ അത് അതുപോലെ അനുസരിക്കുക. എന്താണ് ഞാൻ കേൾക്കുന്ന ശബ്ദം, എന്താണ് ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഭാരത്തോടെ വരുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, അത് അങ്ങേര് സംസാരിച്ചെന്നല്ല, ദൈവം സംസാരിച്ചത്. ദൈവം എന്നോട് ഇടപെട്ട വിഷയത്തിൽ നിനക്ക് അനുസരിക്കാൻ 100% മനസ്സുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, നിന്റെ പ്രശ്നം നീണ്ടു പോകത്തില്ല. സ്തോത്രം.
നമുക്ക് പലപ്പോഴും പറ്റുന്ന ആ മേഖലയാണ്. ഇവിടെ ഇവനോട് പറഞ്ഞു, എടാ നീ ചെന്ന് ആ 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങ്. ഇവനങ്ങ് ദേഷ്യം വന്നിട്ട് പറയുക, അവിടെ എന്തോരം കുളം ഉണ്ടെന്നറിയോ, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ആ കുളത്തിൽ മുങ്ങച്ചില്ലേ. എന്നാ നീ ഇറങ്ങി മുങ്ങ, എന്തിനാ ഇഞ്ഞ് വന്നേ? സ്തോത്രം. എന്റെ നാട്ടിൽ എന്തോരം പുഴയുള്ളതാ. അവൻ ഇപ്പൊ ഇവിടെ വന്നവൻ പറയുക, ഇത്രയും ദൂരെ ചെന്ന് യോർദാനിൽ തന്നെ മുങ്ങണം, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അയ്യോ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനകത്തിരിക്കാം. ഇവനങ്ങ് ചാടിയപ്പോ ഞാൻ അതാ പറഞ്ഞ താഴ്മയുള്ളത് നല്ലത്. അവർ പറഞ്ഞു, യജമാനനെ ഒരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞാൽ ചെയ്യത്തില്ലയോ, ഇതൊരു നിസ്സാര കാര്യം, 10 പൈസ മുടക്കില്ല, ആ വെള്ളത്തിൽ ഒന്ന് ചാടി ചെന്ന് ഒന്ന് മുങ്ങ്. അങ്ങനെ തണുത്ത്, അതൊരു നല്ല സുഖം കേട്ടോ. എത്ര ദേഷ്യത്തിന്റെ പിമ്പിരി കൊണ്ട് നിന്നാലും സത്യം കേൾക്കുമ്പോൾ തണുക്കണേ, താഴെ അങ്ങ് വരണം. പുള്ളി താഴെ വന്നേച്ച് പോകത്തില്ല എന്ന് പറഞ്ഞവൻ അനുസരിച്ചു. അതാ അവന്റെ വിടുതല്, അതാ അവന്റെ വിടുതല്. ഈ ഇമോഷനൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അനുസരിക്കാൻ അത് തടസ്സമാകരുത്. ഒരു മനുഷ്യനും അനുസരണത്തിൽ നമ്മളെ പുറത്തിലേക്ക് കൊണ്ടുപോകരുത്. ഈ മനുഷ്യൻ നേരെ ചെന്ന് എതിർത്തൊക്കെ നിന്നെങ്കിൽ ഇപ്പൊ പറയാം, ഞാൻ യോർദാനെങ്കിൽ യോർദാൻ, ഞാൻ ചെന്നപ്പോ മുങ്ങുക. ഒന്ന് ആത്മാവിൽ കാണണേ, അത് 2, 3, 4. എൻ്റെ ഒരു ചിന്തയാണ്, ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 3 ആകുമ്പോൾ എഴുന്നേറ്റ് നോക്കും, ഒരനക്കവും ഇല്ല. അവിടെ ഒന്ന് 2 പ്രാക്ക് വെക്കും. 4ാമത്തെ മുങ്ങ ഇച്ചിരി ആലോചിച്ചേ മുങ്ങത്തുള്ളൂ. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഇവൻ 5ാമത്തേലോ 6ാമത്തേലോ ഇവൻ നിർത്തിയെങ്കിൽ, 6 പ്രാവശ്യം മുങ്ങി അവൻ നിർത്തിയെങ്കിൽ, ഇവൻ വിടുതൽ അവന്റെ സ്വപ്നം കാണാൻ പറ്റത്തില്ല. 6 പ്രാവശ്യം മുങ്ങിയിട്ട് നേരത്തെ ദേഷ്യം, ഇപ്പൊ അവൻ തണുത്തു, ഇപ്പൊ അവന് നല്ല ക്ഷമാശീലനാ. 7 എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. പ്രിയരെ, 7ാം പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയപ്പോ നിങ്ങൾ മനസ്സിലാക്കണേ, കുളം മാറിയോ? 1ാമത്തേലും മുങ്ങി നടന്നില്ല, അതുകൊണ്ട് വേറെ കുളത്തിൽ പോയോ? അതേ വെള്ളം, അതേ കുളം. അപ്പൊ വെള്ളത്തിനോ കുളത്തിനോ അല്ല ശക്തി, വെള്ളത്തിനും കുളത്തിനുമാണ് ശക്തി. 1ാമത്തെ മുങ്ങത്തിൽ ആ വെള്ളത്തിലെ അത്ഭുത സിദ്ധി സൗഖ്യമാക്കത്തില്ലേ? അല്ല, അനുസരണത്തിനാണ് ശക്തി. ഒന്നുകൂടെ, അനുസരണത്തിനാണ് ശക്തി, അനുസരണത്തിനാണ് ശക്തി. 7ാം പ്രാവശ്യം പറഞ്ഞതനുസരിച്ച് 7ാം പ്രാവശ്യം അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ അവന്റെ ഹല്ലേലൂയ കുഷ്ഠം എന്ന വ്യാധി മാറി അവൻ സൗഖ്യമായെങ്കിൽ, ഈ 2ാം ശനിയാഴ്ച സഭയ്ക്കകത്തിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ അനുസരിക്കാൻ തമ്പുരാൻ പറയുന്നത് പൂർണ്ണ അളവിൽ, ഭാഗികമായിട്ടല്ല, പൂർണ്ണ അളവിൽ നീ അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ പൊങ്ങാൻ പറ്റുമെങ്കിൽ, സത്യമായിട്ട് ഞാൻ പറയാം, നിന്റെ പ്രശ്നം അംശം പോലും ബാക്കിയില്ലാതെ അത് ഓടി മറയുന്നത് കാണാൻ പറ്റും. സന്തോഷമുള്ളവർ നന്നായി കരമടിച്ച് യേശുവിന് നന്ദി പറ. അനുസരണ സ്വഭാവമുള്ളവർ നന്ദി പറ. അനുസരിച്ച് വിടുതൽ കിട്ടിയവർ നന്ദി പറ. അനുസരിക്കാൻ മനസ്സുള്ളവർ ഇന്ന് പകൽ തീരുമാനമെടുത്ത് കർത്താവിന് നന്ദി പറ. ഞാൻ പറയുന്നു, ഭയങ്കര വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഭയങ്കര മാറ്റങ്ങൾ തമ്പുരാൻ ചെയ്തെടുക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ, നമുക്കിത് കേൾക്കുമ്പോ വലിയ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീട്ടിൽ ചെന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കണം, ചിരിച്ചുകൊണ്ടൊക്കെ വായിക്കണം. നമുക്ക് ഹല്ലേലൂയ ആ നല്ല മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളെപ്പോഴും ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ഉന്നത ഭാവത്തോടെ നിന്ന് ദൈവത്തിൽ നിന്ന് വിടുതലെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ചാണിറങ്ങണം, അനുസരണശീലം. വേണമെങ്കിൽ കൊട്ടാരത്തിൽ എത്തി ചോദിക്കാം, എവള് ഇത് പറയാം, ഈ അടിമപ്പെണ്ണ ആരാന്ന് ചോദിക്കാം. അവിടെ തൊട്ട് തുടങ്ങാം. സ്തോത്രം. അനുസരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ഒരുപാട് കണക്കിന് പൈസയും ഒക്കെ അവൻ എടുത്തു. രാജാവിന്റെ എഴുത്ത്. പ്രിയർ, ഇതൊന്നും കർത്താവിന് വേണ്ട. നിന്റെ ഹല്ലേലൂയ കയ്യിരിക്കുന്ന 1 രൂപ വേണ്ട. പൈസ കൊടുക്കരുതെന്നല്ല, സ്തോത്ര കഴിച്ചിടരുതെന്നല്ല, പക്ഷെ കർത്താവ് അത് കണ്ടിട്ടല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണ് കർത്താവ് സൗഖ്യമാകുന്നതെങ്കിൽ എനിക്ക് കർത്താവിനെ പറ്റിക്കാം. സ്തോത്രം. ഞാൻ 500 രൂപ എടുത്തു, പോക്കറ്റിൽ വെച്ചു. അന്ന് നേരെ എഴുന്നേറ്റിട്ട് ഒരു 1000 രൂപ എടുത്തു വെച്ചിട്ട് ഞാൻ കർത്താവിനോട് പറയാം, കർത്താവ് 1500 ആക്കിയിട്ടുണ്ട്, അതിന്റെ വിടുതൽ. അങ്ങനെ വിടുതൽ കിട്ടുമോ? ഇല്ല, അതല്ല. സ്തോത്രം. ഞാൻ കർത്താവ് ഭയങ്കര ഈ ആളാണ് എന്ന് പറഞ്ഞ വിടുതൽ കിട്ടുമോ? നമ്മൾ അടുത്ത ചിന്തയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വിടുതൽ കിട്ടത്തില്ല. പിന്നെ കർത്താവിന് എന്നാ വേണ്ടതെന്നറിയോ? അവനെ അനുസരിക്കുന്ന ഒരു കൊച്ചു മനസ്സ്, ഒരു ശിശുവിന്റെ മനസ്സ്. അത് നിനക്കുണ്ടെങ്കിൽ സത്യസന്ധമായി ഞാൻ പറയാം, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും നമ്മുടെ പദവിയും അറിവും നമ്മുടെ പല കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി അനുസരിക്കാൻ പറ്റാതെ ചോദ്യശരങ്ങൾ നമ്മുടെ അകത്ത് വന്ന് നമ്മളെ മാറ്റുമ്പോൾ ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ അനുസരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാളെ 2 സഹോദരന്മാർ സ്നാനപ്പെടുക.
എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ സ്നാനത്തെക്കുറിച്ച് പറയും. എന്നാന്നറിയോ പ്രിയരെ, അനുസരിക്കാൻ പറഞ്ഞത് അനുസരിക്കാതെ നിനക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഇനി ആരും വന്നില്ലെങ്കിലും മിനിൽ പാസ്റ്റർ വീണ്ടും എവിടെയും ഉച്ച സ്വരത്തിൽ വിളിച്ചു പറയും, നിനക്ക് രക്ഷ കിട്ടത്തില്ല. അനുസരണം പൂർത്തിയാകുന്നിടത്ത് മാത്രമേ വിടുതലുള്ളൂ. അതിൻ്റെ ബാക്കിയൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾ നാളെ വരണം. ഞാനതാ പറയുന്നത്, നമ്മൾ 2-ാം ശനിയാഴ്ച നമുക്ക് വചനമൊക്കെ കേൾക്കാൻ കിട്ടുന്ന അവസരം, 2-ാം ഞായറാഴ്ച. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് പറയുന്നു? രണ്ടുപേരെ നാളെ പിടിച്ച് പച്ചവെള്ളത്തിൽ മുക്കി കളിക്കുകയാണോ? വെള്ളത്തിനല്ല പ്രസക്തി. ഏമേൻ, സ്തോത്രം. ഏമേൻ. ഇവിടത്തെ ടാങ്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ നിറയ്ക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പവർ ഉണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കലങ്ങിയതാണെങ്കിലും തെളിഞ്ഞതാണെങ്കിലും ആ വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞത് അനുസരിച്ച് നീ പൊങ്ങുമ്പോ നിന്റെ സകല പാപത്തിന്റെ കുഷ്ഠവും മാറി നീ നിത്യജീവൻ പ്രാപിക്കാൻ വിശുദ്ധനായി വിശുദ്ധയായി മാറുക. അതാ ബൈബിളിന്റെ പ്രമാണം. ഇവിടെ പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. സ്തോത്രം. ഞാൻ പറയട്ടെ, ആ കുഷ്ഠരോഗിക്ക് സൗഖ്യമാവാൻ വേറെ മാർഗമില്ലേ? അതാ ഞാൻ പറഞ്ഞേ. സ്തോത്രം. വെള്ളത്തിന് പവർ ഉണ്ടെങ്കിൽ ഒന്നാമത് മുങ്ങുമ്പം മാറണം. നമ്മൾ കാലിൽ മുൻവിധിയോടെ ഇരിക്കരുത്. ഞാൻ സാധാരണ പറയും, എന്നെ വിടുവിച്ച ഞാൻ ചെയ്യാം. അതല്ല ബൈബിളിന്റെ വ്യവസ്ഥ. വിടുവിച്ചാലും ഇല്ലെങ്കിലും കർത്താവിനെ നീ അനുസരിക്കാൻ തയ്യാറായാൽ നീ വിടുതൽ കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ അനുസരിക്കാതെ പിന്മാറി നടക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്, അനുസരിക്കണം. സ്തോത്രം. അത് വേദപുസ്തകത്തിന്റെ ശക്തമായ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അനുസരിക്കുന്നവരെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുക. സ്തോത്രം. ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടല്ല, വചനം അനുസരിക്കാൻ കൊച്ചു കുഞ്ഞിനെ പോലെ എപ്പോഴും നിങ്ങളുടെ ഹൃദയം അതായിരിക്കണം. നിങ്ങൾ അനുസരിക്കാൻ ആമേൻ ഹല്ലേലൂയ ഉള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ ഈ സഭയിലും പറഞ്ഞു, ഇപ്പൊ പോകുന്നിടത്തെല്ലാം പറയുന്ന കാര്യം 1 യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യം എന്നതാ? ഹല്ലേലൂയ. ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെക്കാൾ വലിയവനാണ്. ദൈവം ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ആമേൻ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കുറ്റം വിധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല കേട്ടോ. ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആമേൻ, സ്തോത്രം, നിരപ്പിലേക്ക് വരണം. നിരപ്പിലേക്ക് വരണം. കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ഏത് സന്ദേശം കേൾക്കുമ്പോഴും കുറ്റം വിധിക്കുന്നെങ്കിൽ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിനാണ് തകരാറ്. സഭയും ദൈവദാസനുമായിട്ടുള്ള ബന്ധത്തിനല്ല, നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിന് തകരാറാണ്. അത് ക്രമീകരിക്കാൻ അനുസരിക്കുക ആമേൻ വഴിയുള്ളൂ. രണ്ടാമത് ഞാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ആമേൻ. തന്ന ദൂത് ശക്തിയോടെ വിളിച്ചു പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ, നിങ്ങൾ കുറ്റം പറയുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ മാത്രം കുറ്റം പറയുക. എന്നെ കുറ്റം പറയരുത്, ആരെയും കുറ്റം പറയരുത്. കാരണം നിങ്ങളെ കുറ്റം വിധിക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ ഹൃദയമാണ് കുറ്റം വിധിക്കുന്നത്. അങ്ങനെ കുറ്റം വിധിക്കുമ്പോൾ അതിനകത്തുള്ള ഒറ്റ വിഷയം, ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. ആമേൻ, സ്തോത്രം. സ്നാനം എന്ന വിഷയം അത്ര ഹല്ലേലൂയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രസംഗിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഞാൻ എവിടെയോ പ്രസംഗിച്ചവൻ പറഞ്ഞു, പുള്ളി അവസാനം വരെ പറഞ്ഞത് സന്തോഷമായിരുന്നു, പക്ഷേ പുള്ളി സ്നാനം പറഞ്ഞു കളഞ്ഞു. ചെമ്പൂരിലാന്ന് തോന്നുന്നല്ലേ? ആമേൻ. പുള്ളി സ്നാനം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ സ്നാനം പറ എടാ നിന്റെ നിത്യത ആമേൻ അതിന് പാപത്തിന്റെ മോചനത്തിനായിട്ട് നീ അനുസരിച്ചില്ലെങ്കിൽ കയറത്തില്ലെന്ന് പച്ചയായി വചനം പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ കിടന്ന് നിങ്ങളെ വെറുപ്പിച്ചിട്ടും പറയുന്നേ അല്ലേ? അത് ഭയങ്കര ഗൗരവം. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, ആ നയമാനെ പോലെ എത്ര പിടിവാശി ഉണ്ടെങ്കിലും കർത്താവേ ഞാൻ അനുസരിക്കുന്നു, അത് സത്യമെങ്കിൽ ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ വിടുതൽ, നിന്റെ നിത്യത നിനക്ക് ഉറപ്പിക്കാൻ പറ്റും. സ്തോത്രം. ആ ഭാഗം ഞാൻ വിടുക. ഈ മനുഷ്യനെ നിങ്ങൾ നോക്കിയേ, ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ നോക്ക്, ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര കോപത്തോടെ ഒരുപാട് ഹല്ലേലൂയ കയർത്തൊക്കെ സംസാരിച്ച ആ മനുഷ്യൻ ഹല്ലേലൂയ ഇപ്പൊ എന്തോ ശാന്തനായ ഒരു കൊച്ചു കുഞ്ഞിന് അവന്റെ ജീവിതത്തിന്റെ ഭാഗ്യം നോക്കിയേ. ഇപ്പൊ അവൻ പറയാം ഹല്ലേലൂയ, നേരത്തെ അവന്റെ പേര് എഴുതി വെച്ചു, ശ്രദ്ധിച്ചു കേൾക്കണേ, അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠ രോഗി. ആ എങ്കിലും അവനെ മടുപ്പിക്കുന്ന വിഷയം. അവൻ പറയും എന്നൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര യുദ്ധവീരനാവൻ, അവൻ നിന്നാ യുദ്ധം ചെയ്യിക്കും, അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റാൻ നിർത്തിയിരിക്കുന്നത്. ആ എങ്കിലും കുഷ്ഠരോഗി. അന്ന് അവൻ കർത്താവിനെ അനുസരിക്കുമ്പോൾ ആ എങ്കിലും എടുത്തു മാറ്റി. ഇന്ന് അവനെ കുറിച്ച് പറയും അവൻ പരാക്രമശാലിയാ, അവൻ പരാക്രമശാലിയാ. ഞാൻ പറയട്ടെ, എന്തെങ്കിലും എങ്കിലുമായി നിങ്ങൾ വന്നിട്ടുണ്ടോ? എന്നെ കേൾക്കണേ, എന്നെ കേൾക്കണേ. എന്തെങ്കിലും ഒരു എങ്കിലും ഉണ്ടോ? കർത്താവ് എല്ലാം ഉണ്ട്, എങ്കിലും ഒക്കെ ശരിയാ, എങ്കിലും ആമേൻ പിടിതെറിയാൻ പറ്റാത്ത, മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു വേദന നിന്റെ ശരീരത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ ഒക്കെ ശരിയാ. ഞാൻ പറയുന്ന പിടിയിടുന്നുണ്ടോ? ഇയാളെ കൊല്ലുന്ന വിഷയം എങ്കിലും എന്നെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു കുഷ്ഠരോഗിയല്ലേ? എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയല്ലേ നമ്മുടെ സഭ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, അതിനകത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഒറ്റ തീരുമാനം എടുക്കുക. കർത്താവേ ഞാൻ അനുസരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ, ഞാനത് ചെയ്യാം. ആ എങ്കിൽ ഇന്ന് പകൽ തമ്പുരാൻ മുറിച്ചു മാറ്റും.
അവിടെയും ദൈവം എനിക്ക് ജയം തന്നു എന്ന് നീ നാളെ പറയും. അവിടെയും കർത്താവ് എനിക്ക് സന്തോഷം തന്നു എന്ന് ആമേൻ നീ കർത്താവിനെ ഉയർത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ, സന്തോഷത്തോടെ സ്തുതിച്ച്. ഞാൻ പറയട്ടെ, പരമാർത്ഥ മനസ്സോടെ ആര് വന്നാലും ആമേൻ ഹല്ലേലൂയ, കുഷ്ഠരോഗി അല്ലെങ്കിൽ ഹല്ലേലൂയ പാപി, ആമേൻ സ്തോത്രം, അവൻ അങ്ങനെയുള്ളവൻ, അവൻ ആ കുടുംബത്തിലാണ്, അവൻ അടുപ്പിക്കരുത്. അവന് പണ്ട് നമ്മുടെ നാട്ടിലേക്ക് പറയും, അവനെ പറച്ച മുറ്റത്ത് കയറ്റരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സോദര? അയ്യോ, നിങ്ങളൊക്കെ ഇപ്പം ന്യൂ ജനറേഷനിലെ, ഞാൻ ഇച്ചിരി ബാക്കിൽ, പറച്ച മുറ്റത്ത് കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയും. സ്തോത്ര, ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരുപാട് അവഗണന ഞാൻ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ സ്ഥിതിയൊന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. പച്ചയ്ക്ക് മുഖത്ത് നോക്കി അധിക്ഷേപിച്ചതും മാനസികമായി തകർന്നു മാസങ്ങള് തകർന്ന ഹൃദയത്തോടാണെന്നൊക്കെ എനിക്ക് ഓർമ്മയാണ്. ഇന്ന് ഇത്രയും സന്തോഷത്തോടെ ഇനി ആര് എന്നെ കുറിച്ച് എന്നാ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ആരും കരുതാത്തതുപോലെ എന്നെ കരുതാൻ ഒരു അപ്പൻ എനിക്കുണ്ട്. ആരും സ്നേഹിച്ചില്ലെങ്കിൽ ആരും തരാത്ത സ്നേഹം തരാൻ ഒരു ദൈവം എനിക്കുണ്ട്. നിങ്ങളെല്ലാം തള്ളിയാൽ എന്നെ സ്വീകരിക്കാൻ ഒരു യേശു എനിക്കുണ്ട്. ഞാൻ എപ്പോഴൊക്കെ കണ്ണുനീരോടെ പോയിട്ടുണ്ടോ, നോ പറയാതെ ആട്ടിപ്പുറച്ചാക്കാതെ സ്നേഹത്തോടെ നിന്നതല്ലാതെ ഇന്ന് വരെ എന്നെ തള്ളാത്തൊരു കർത്താവ് എനിക്കുണ്ട്. അതാ ഹല്ലേലൂയ ബലം എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും ധൈര്യമാണ്, എപ്പോഴും സന്തോഷമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റായപ്പോൾ ഒരു പ്രശ്നം എന്നെ വിളിച്ചു. പാരപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ടോടി രാത്രിയാ. എനിക്ക് മെസ്സേജ് നോക്കണം, ഒത്തിരി കാര്യമുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, നിനക്കൊരു യേശു ഉണ്ടെന്ന് നീ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു യേശു ഉണ്ട്. ഈ പ്രശ്നത്തിൽ പെടുക, ഭയന്നിരിക്കുക, തകർന്നിരിക്കുക. നമ്മളെ കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ കരകയറാൻ മാർഗമില്ല. ഞാൻ വന്നാലും ഞങ്ങൾ കുടുംബമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിച്ചാലും എന്നെ ആരൊക്കെ ഹെൽപ്പ് ചെയ്താലും നിനക്ക് യേശു ഉണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ ഭയം മാറും. കാരണം ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാ ആമേൻ ഹല്ലേലൂയ ഒരു വസ്തുവല്ല. ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നവനല്ല. നീ വിശ്വസിച്ചാൽ ലോക അവസാനം വരെ ആര് മാറിയാലും മാറാതെ കൂടെ ഇരിക്കുന്ന കർത്താവാണ്. പറഞ്ഞ സകലരും മാറിയാലും നീ കർത്താവിനെ വേണമെന്ന് പറയുന്നിടത്തോളം ലോക അവസാനത്തോളം അവൻ എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കും. എല്ലാ നാളും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റിരുന്ന ഒരു സ്തോത്രമൊക്കെ പറഞ്ഞിട്ടിരുന്ന അതാണ് നല്ലത്. അതിന് നമുക്ക് എഴുന്നേൽക്കണമെങ്കിൽ, കൈയടിക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ 100 നിൽക്കണം. അങ്ങേരിന് എല്ലാം തകർന്ന് നട്ടെല്ലും ധരിച്ച് നെഞ്ചും വേദനിച്ച് തകർന്നൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പം ഈ ദിവസങ്ങളൊക്കെ പ്രസംഗിച്ച് നല്ല പ്രയാസം എനിക്കുണ്ട്. അങ്ങനെ നിന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ചാടി നിൽക്കണം. എങ്കിലേ നിങ്ങളും ചാടും. എന്തിനു കൊള്ളാം? കർത്താവ് നല്ലവനെന്ന് പറയുമ്പോൾ ആരുടെയും ഒത്താശ വേണ്ട. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ പറ്റിയാൽ അത് അനുഗ്രഹമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ. ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിയാ മതിയോ മക്കളെ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടും കേട്ടോ. സ്തോത്രം. ചാടി തുള്ളി എന്തോരം നന്മയാ കർത്താവ് ചെയ്തേ. സ്തോത്രം. പാപത്തിന്റെ കുഷ്ഠം മാറിയില്ലേ? ഇന്ന് പകൽ പാപത്തിന്റെ കുഷ്ഠം ഉണ്ടോ? അശുദ്ധിയാണോ? ഞാൻ പറഞ്ഞൊരു ഒറ്റപ്പെടലാണോ? വേദനയാണോ? കർത്താവ് നിന്നെ മാറ്റിവിടത്തില്ല കേട്ടോ, മാറ്റിവിടത്തില്ല. കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ സഹായിക്കും. ആമേൻ. സ്തോത്രം. രണ്ടാമത്തെ വിഷയത്തിൽ അതോടെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞ് ബാക്കി ഒന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ആറ് വിഷയം അതിനകത്തുണ്ട്. 6 വിടുതലുകൾ അധ്യായത്തിനകത്തുണ്ട്. 8-ാം അധ്യായത്തിൽ 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ച്. 5 മുതൽ 7 വരെ. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷമാണോ? അവിടെ തന്നെ നിന്നോ. ഞാൻ ആദ്യം പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ 6 കാര്യമാണ്. സ്തോത്രം. അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ വാക്യം പിടിച്ചോണ്ടിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 7 വരെ. പെട്ടെന്ന് വായിച്ചേ. നഗരത്തിന്റെ വീതികളിൽ വൃദ്ധന്മാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. എന്തോ പ്രയാസമുണ്ട് നിനക്ക്. എടുത്തൊരു ബൈബിളും കൊടുത്തേ. ടെൻഷൻ ആവണ്ട, പതുക്കെ എടുത്താൽ മതി. അവൻ കവർത്തഭൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. മതി ശ്രദ്ധിച്ചേ. ഈ മനുഷ്യനെ നമ്മൾ ഏറ്റവും മാതൃകയാക്കേണ്ട. സ്തോത്രം. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. ഞാൻ പറയട്ടെ, കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ നീ വരാൻ തയ്യാറായ കർത്താവ് നിന്നെ വെടിവെക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ശതാധിപനായ മനുഷ്യൻ, തൻ്റെ വിഷയമല്ല, തൻ്റെ കുഞ്ഞിൻ്റെ വിഷയമല്ല, തൻ്റെ ബന്ധുക്കൾ ആരുമല്ല, തൻ്റെ ബാല്യക്കാരൻ
തൻ്റെ കൺമുമ്പിൽ കഠിനമായി വേദനപ്പെടുക. ആ വാക്കായി എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. അദ്ദേഹം വന്ന് കർത്താവിനോട് പറയുന്നത് പക്ഷപാതം പിടിച്ച് കിടക്കുന്നതല്ല, കഠിനമായി വേദനപ്പെടുക. എങ്ങനത്തെ വേദനയാ? ഒന്ന് ഉറക്കെ പറ. ഓ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. വേദനയുടെ കാഠിന്യം വ്യക്തിയൊക്കെ അറിയാൻ പറ്റും. സ്തോത്രം. നമ്മളൊക്കെ ചെന്ന് തലയിൽ താടിയിട്ട് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നവനല്ലേ അറിയാം. അനുഭവിക്കുന്നവനെ ആ വേദന അറിയാൻ പറ്റൂ. ആമേൻ. സ്തോത്രം. ഇവന്റെ വേദന ചെറുതല്ല, വേദനയല്ല, കഠിന വേദന. ഈ പകൽക്കാലം കഠിന വേദന ആർക്കെങ്കിലും ഉണ്ടോ? കഠിനമായ വേദന ആരോടും പറയത്തില്ല, പക്ഷെ കഠിനമായ വേദന. കടിച്ച് തിന്ന് കിടക്കുക. ആമേൻ. കുറേ ദിവസം കൊണ്ട് കഠിനമായ വേദന. നീ യേശുവിൻ്റെ അടുക്കലാണ് വന്നെങ്കിൽ ഇന്ന് വിടുതലുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ പറയൂ. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ കഠിന വേദനയെ തമ്പുരാൻ എടുത്തു മാറ്റും. ഏത് വിഷയത്തിലാണ്? നിനക്ക് പക്ഷപാതമൊന്നും കാണത്തില്ല, കുഷ്ഠരോഗവും കാണത്തില്ല. പുറമേ കണ്ട നീ വേദനപ്പെടുന്ന ഒന്നും നിന്റെ മുഖത്ത് നോക്കിയ ഒരു പ്രവാചകനും പറയത്തില്ല നിനക്ക് കഠിന വേദന ഉണ്ടെന്ന്. പക്ഷെ തമ്പുരാൻ പറയുന്നത് ഇതിനകത്തിരിക്കുന്ന ആരോ ഭയങ്കര കഠിനമായ വേദനയിലാണ് ഇന്ന് പകൽ. കഠിനമായ വേദനയിലാണ്. ആ കഠിനമായ വേദന നീ വന്ന് പറഞ്ഞാൽ, സ്തോത്രം, എനിക്ക് സമയമില്ലെന്ന് കർത്താവ് പറയത്തില്ല. സ്തോത്രം. കർത്താവ് വിടുവിക്കും. നോക്കി, ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് പറയാം, എൻ്റെ ദാസൻ. സ്തോത്രം. ഒരു ദൂതൂടെ പറഞ്ഞിച്ചു പോട്ടെ. സ്തോത്രം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഠിനമായ വേദന വീട്ടിലായിരിക്കും. കഠിനമായ വേദന വേറൊരാളിൻ്റെ വിഷയമായിരിക്കാം, മകൻ്റെ ആയിരിക്കാം, മകളുടെ ആയിരിക്കാം, ചിലപ്പോൾ എവിടെയോ ആരും അറിയാൻ പറ്റാത്ത ഇടത്തായിരിക്കാം. ആ കഠിനമായ വേദന നീ ആ ചുമന്നുകൊണ്ടിരിക്കുന്നത് പിടിയിട്ടുന്നുണ്ടോ? പക്ഷെ നീ യേശുവിൻ്റെ അടുക്കൽ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ഇവിടെ നിന്ന് നീ പോകുന്നത് വിടുതലിലേക്കായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ പറയും, എൻ്റെ ബാല്യക്കാരനാ, പക്ഷേ പക്ഷപാതം പിടിച്ചവൻ കഠിന വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ കഠിന വേദന, അത് ബാല്യക്കാരനാണെങ്കിലും വേലക്കാരനാണെങ്കിലും അയൽക്കാരനാണെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ നല്ല ഹൃദയം, നല്ല ഹൃദയമല്ലേ? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഈ പറയുന്ന കൊച്ചു ചിന്തയെങ്കിലും നല്ല കാര്യമല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ വേദന കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നെങ്കിൽ അത് നല്ല ഹൃദയമാണ്. എനിക്ക് ഭാര്യ 2 മക്കളുണ്ട്. അവരുടെ വേദന മാത്രം എനിക്ക് സങ്കടമാണുള്ളെങ്കിൽ ഞാൻ കൊള്ളത്തില്ല. ആമേൻ. ഈ മനുഷ്യൻ അവന്റെ ഭാര്യയോ മക്കളുടെ വിഷയമല്ലയോ എന്ന് പറയുന്നേ. അവന്റെ ബാല്യക്കാരൻ, സ്തോത്രം, അവന്റെ വേലക്കാരൻ, വീട്ടിലെ വേലക്കാരന് അവൻ പറഞ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. സ്തോത്രം. അവന് പക്ഷപാതം വന്ന് എന്ത് ചെയ്യാൻ പറ്റും? കഠിന വേദന അനുഭവിക്കുക. ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോ സെവിലിനെ. ആ ഭയങ്കര കാര്യമല്ലേ? നമ്മളൊക്കെ ഈ പറഞ്ഞു വിടത്തില്ല, എടാ നിനക്ക് പറ്റത്തില്ല, ഈ പണിയൊന്നും എടുക്കാൻ നിനക്ക് പറ്റത്തില്ല, നീ പൊക്കോ എന്ന് പറയും. സ്തോത്രം. വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ വല്ലതും കൊടുക്കും. പക്ഷെ പുള്ളി അറിഞ്ഞു യേശുവിന് അവനെ വിടുവിക്കാൻ പറ്റും. യേശുവിന് അവനെ വിടുവിക്കാൻ പറ്റും. യേശുവിന് വിടുവിക്കാൻ വരുമ്പോൾ വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ അടുക്കൽ അപേക്ഷിക്കുക. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, യേശുവിനോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചില്ലെന്നൊക്കെ പ്രസംഗിക്കുന്നവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ. യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരനൊരു വിടുതലാണ്. ഞാൻ അമ്മമാരോട് പറയട്ടെ, മക്കളെ ഓർത്ത് കരയണം. നിനക്ക് ഒരാളുടെ വേദന കണ്ടു കഴിഞ്ഞാൽ അവന് 50 രൂപ കൊടുക്കുന്നത് 500 രൂപ കൊടുക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം വീട്ടിൽ വന്നേച്ച് മുട്ടുമടക്കി കർത്താവേ ഒരു വിടുതൽ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം, യേശുവിനോട് അപേക്ഷിക്കണം. നിന്റെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ് ആ വ്യക്തിക്ക് വിടുതൽ കൊടുക്കാൻ ശക്തനായ ഒരു ദൈവമായ എൻ്റെ ദൈവം. അവനോട് വരാൻ പറ എന്നൊന്നും പറയത്തില്ല. ഞാനാണെങ്കിൽ പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയും വണ്ടി പിടിച്ചിങ്ങോട്ട്, ഇതുപോലും കർത്താവ് പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ അങ്ങനെയല്ലേ മക്കളെ പറയുള്ളൂ. നമ്മളൊരു ഉപാധിയാണ് തെറ്റി കഴിഞ്ഞിട്ട് എസ്കേപ്പ് ആവാൻ. പക്ഷെ കർത്താവ് പറഞ്ഞത്, ആമേൻ, നീ പോ, ഞാൻ ഏറ്റ്. അല്ല, കർത്താവ് ഞാൻ വന്ന് സൗഖ്യം ആക്കാന്ന്. നിങ്ങൾ ആരും എന്നെ തിരുത്തിയില്ലല്ലോ. ഞാൻ വന്ന് സൗഖ്യം. ഉടനെ പുള്ളിയുടെ പരിപാടി, എൻ്റെ പൊന്നെ നീ വീട്ടിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഞാൻ ഞെട്ടിപ്പോയി. മറ്റാളല്ല, നേരത്തെ പറഞ്ഞ ആളല്ല ഈ പുള്ളി. മറ്റാൾ സൈന്യാധിപനാണ്. അദ്ദേഹം ഭയങ്കര പണവും അതൊക്കെ എടുത്തു വെച്ചാൽ ഞാൻ എന്തോ കുഷ്ഠമാണെങ്കിലും ഞാൻ എന്തോ ആണെന്നാ പുള്ളി. അവസാനം വചനം കേട്ട് പുള്ളി എന്ത് ചെയ്തു? തണുത്തു. ഈ പുള്ളി അങ്ങനെയല്ല. പുള്ളി ശതാധിപനാ, 100 പേർക്ക് അധിപതിയാ, ദേശത്തിൽ പേരും മാന്യതയൊക്കെ ഉള്ളവന്, തൻ്റെ വീട്ടിലെ ജോലിക്കാരന് വേണ്ടി, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന് വേണ്ടി. ആമേൻ. സ്തോത്രം. വന്ന് കർത്താവിനോട് പറയുക. കർത്താവ് പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അവനെ സൗഖ്യമാക്കി. കർത്താവ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരണ ഞാനും അധികാരമുള്ളവനാ. ഞാനൊരുത്തനോട് പോകാൻ പറഞ്ഞ അവൻ പോകും. നിങ്ങൾക്ക് അതിൻ്റെ പിടി കിട്ടിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സ്ഥലത്തൊരു പിയൂണുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അവൻ കേക്ക്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടിയോ? കർത്താവ് നീ അധികാരമുള്ളവന്, നീ അങ്ങ് വരെയൊന്നും വേണ്ട. ഞാനിവിടെ ഒരു എൻ്റെ പിയൂണിനോട് പറഞ്ഞ അവൻ അനുസരിച്ചാൽ, നീ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഈ രോഗം മാറും.
അത് രോഗമാണെങ്കിലും രോഗശക്തിയാണെങ്കിലും പിശാചാണെങ്കിലും ആഭിചാരമാണെങ്കിലും മന്ത്രവാദിയാണെങ്കിലും അത്രടം നീ വരണ്ട. ഇവിടെ നിന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് വിടുതൽ വരും. ഭയങ്കര ആഴം അദ്ദേഹം സംസാരിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആ മനുഷ്യൻ ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് പോയി. കർത്താവ് അത്ഭുതപ്പെട്ട് പറഞ്ഞു, യവനെ പോലെ വിശ്വാസി ഉലകത്തിലില്ല. അതാ അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് പലപ്പോഴും അത് പറയാൻ പറ്റാത്ത എന്നാണെന്നറിയോ, നമ്മളിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, നിങ്ങളൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ, നമുക്ക് ഈ പഠനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ലെവലാവും. സത്യമാണ് ഞാൻ പറയുന്നത്. വചനത്തെ വചനമായി കണ്ട് സ്നേഹിക്കാനോ സ്വീകരിക്കും. നമ്മുടെ ബുദ്ധി എപ്പോഴും അതിന് എഗൻസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കുറേ സങ്കല്പങ്ങൾ, അത് നേരത്തെ പറഞ്ഞ പുള്ളിക്ക് പറ്റിയത്, കൈ വീശുമ്പോൾ വിടുതൽ. അവനൊരു സങ്കല്പമുണ്ട്, അവന് ദൈവത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചൊക്കെ അവന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയൊന്നുമില്ല. ഈ മനുഷ്യൻ വന്ന് പറയുക, വീട്ടിൽ വരണ്ട, ഞാൻ യോഗ്യനല്ല. ശ്രോത്രം, അതിനുള്ള നീ ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് പറ, ആ കഠിന വേദന മാറുമെന്ന്. എൻ്റെ പൊന്നെ, കർത്താവ് പറഞ്ഞിടാ, നീ വിശ്വസിച്ചതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു. ഇവൻ വീട്ടിൽ ചെന്നപ്പോൾ അവൻ സൗഖ്യത്തോടെ, ഇവൻ്റെ സന്തോഷം എന്നായിരിക്കും. ഇവൻ്റെയോടൊപ്പം ഇപ്പൊ തുള്ളിച്ചാടാൻ ആ പക്ഷപാതക്കാരനും കൂടെ ഇല്ലേ? ഹല്ലേലൂയ. കിടക്കുക ഇവനങ്ങ് രോഗിയായി. സ്തോത്രം. എന്നിട്ട് കഠിന വേദന എടുത്ത് കരയുക. എന്നാ ചെയ്യാൻ പറ്റും? എഴഞ്ഞൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ ഇവന് ജീവിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. ആ നിലയിൽ വേദനപ്പെട്ട് കിടന്നവന് വേണ്ടി ഒരു മനുഷ്യൻ ചെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടിയെങ്കിൽ, രണ്ടാമത്തെ ദൂത് ഞാൻ ദൈവസഭയോട് പറയട്ടെ, ഇതിനകത്തിരുന്ന് നീ ആർക്കെങ്കിലും വേണ്ടി കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി നീ കരയുന്നെങ്കിൽ, അത് കരയുമ്പോൾ ചുമ്മാ പറയരുത്. കർത്താവ് അവൻ തകരുകയാ, അവൻ കഠിന വേദനപ്പെടുകയാ, അവനിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആമേൻ. ആത്മഭാരത്തോടെ നീ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, ആമേൻ, അവന് അങ്ങനെ ഉള്ളവരെ ദൈവം ബഹുമാനിക്കും. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഒത്തിരി സ്നേഹമാണ്, ഒത്തിരി ബഹുമാനിക്കും. സ്തോത്ര. എനിക്ക്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഭാര്യയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മറ്റൊരുത്തൻ്റെ സങ്കടം കണ്ടിട്ട് കരയുന്ന ഒരു കണ്ണും ഹൃദയവും ഉണ്ടെങ്കിൽ ഭയങ്കര മതിപ്പാ ദൈവത്തിന് നിന്നെക്കുറിച്ച്, ഭയങ്കര മതിപ്പാ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി കരഞ്ഞോളണം. സ്തോത്ര. എഴുതി തള്ളരുത്, ആരെയും എഴുതി തള്ളരുത്. സങ്കടം കാണുമ്പോൾ കരയണം, വീണ് കിടക്കുന്ന കാണുമ്പോൾ കരയണം. ദൈവമേ, അവൻ്റെ വേദന വലുതാപ്പാ, അവൻ്റെ വേദന വലുതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബാല്യക്കാരൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്? യജമാനെ, എനിക്ക് വേണ്ടി നീ കർത്താവിൻ്റെ അടുക്ക് ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള അവന് പറ്റുമോ അങ്ങനെ പറയാൻ? ഒരിക്കലും പറ്റത്തില്ല. അവൻ്റെ മേലുദ്യോഗസ്ഥനാ. പക്ഷെ അവൻ്റെ സങ്കടം കണ്ടേച്ച് അവൻ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഇവൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ എഴുന്നേറ്റ് നിൽക്കുക. രണ്ടുപേരുടെ സന്തോഷം നിങ്ങൾ കാണണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആമേൻ. സ്തോത്രം. ഈ ഹല്ലേലൂയ, ഈ പക്ഷപാതക്കാരന് വേദന സഹിച്ചു കിടക്കുമ്പോൾ അവന് ജീവനുണ്ട്, പക്ഷെ ഒന്നും അവന് ചെയ്യാൻ പറ്റുന്നില്ല. അവനിതിനകത്ത് അടിമപ്പെട്ട് കിടന്ന് കരയുക. ഈ കസാര ഇരിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ട് എന്നാ എൻ്റെ വിശ്വാസം. അടുത്തിരിക്കുന്നവരെ നോക്കിയേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് പരിഹരിക്കാം. സമയമുണ്ട്, വൈകുന്നേരം വരെ. അതിനകത്ത് നമുക്ക് ആൾക്കാരെയൊക്കെ അറിയിച്ച് വേണ്ടെന്ന രീതിയിൽ നല്ല പാട്ട് പാടി ചെയ്യാം. പക്ഷെ എല്ലാവർക്കും ജീവനുണ്ട്, അല്ലേ? എല്ലാവർക്കും ജീവനുണ്ട്. പക്ഷെ ജീവനുണ്ടെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ പറ്റാതെ നമ്മളെ ഒതുക്കിക്കളഞ്ഞൊരു അനുഭവം, കഠിന വേദനയ്ക്കകത്താക്കി ഒരു മൂലയിൽ ഒതുക്കിയ അനുഭവം. ഇന്ന് കഠിന വേദനയാ, ആരോടും പറയാൻ പറ്റുന്നില്ല, ആരോടും ഹല്ലേലൂയ ആരും സഹായിക്കാനില്ല. പക്ഷെ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറയട്ടെ, ആരും കണ്ടില്ല, യേശു ഇന്ന് പകൽ കാണും. ആ വേദന യേശുവിനോട് അറിയിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലരുടെ കഠിനമായ വേദനകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം ഹൃദയത്തിൽ നിന്ന് മാറ്റും. കഠിനമായ വേദന ആർക്കെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ആ വേദനയെ മാറ്റും. ഹല്ലേലൂയ. വേദന 3 തരത്തിലുണ്ട് കേട്ടോ, 3 തരത്തിലുണ്ട് വേദന. എന്നതാ? 1 ആത്മാവിൻ്റെ വേദന, 2 മനസ്സിൻ്റെ വേദന, 3 ശരീരത്തിൻ്റെ വേദന. ആമേൻ. സ്തോത്രം. എവിടെയൊക്കെയാ വേദന വരുന്നത്? അതുണ്ടെന്ന് തന്നെ സംശയമാണ്. സ്തോത്രം. ആത്മാവിൻ്റെ വേദന 2 എവിടെയാ? മനസ്സിൻ്റെ വേദന. ഒന്നും ഇല്ലാത്തവരാ നിങ്ങൾക്ക്, ഒരിടവും വേദനയില്ല, ഒരു വികാരവും ഇല്ലല്ലോ, പിന്നെ എവിടെ വേദന വരാൻ? പിന്നെ ഉള്ളത് എവിടെ? ശരീരത്തിൻ്റെ വേദന. ഒന്നും മനസ്സിലാവുന്നില്ലേ മക്കളെ? പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഏറ്റവും പ്രശ്നം ആത്മാവിൻ്റെ വേദനയാണ്. ആത്മാവിൻ്റെ വേദന കഠിനപ്പെടുന്ന എപ്പോഴെന്നറിയോ? നമ്മൾ പാപിയാകുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ഭയങ്കര ഞരക്കം. സ്തോത്രം. ഭയങ്കര ഞരക്കം, ഭയങ്കര പ്രശ്നം. ആത്മാവിന് ഞരക്കം വരുന്നതും വേദന വരുന്നതും അത് യഥാർത്ഥ ഭക്തന്മാർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് പരിഹരിക്കാൻ ഉലകത്തിലൊരു മരുന്നില്ല, കർത്താവിന് മാത്രമേ പറ്റൂ. സ്തോത്രം. ദാവീദ് പറഞ്ഞു, എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച്. അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അയ്യോ, പാപം
ജീവിതത്തിൽ വന്നാൽ അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ. സ്വസ്ഥത കിട്ടത്തില്ല, ഭയങ്കര പെയിനാ, ആർക്കും കാണാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും വിഷാദമായിരിക്കും, നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവിടെ ഒന്ന് തുള്ളിച്ചാടിയ വേദന മാറണമെങ്കിൽ നീ കർത്താവിനോട് പറയണം. സ്തോത്രം. കർത്താവിന് ഹല്ലേലൂയ നിന്റെ പാപത്തെ നീക്കി ആത്മാവിന് സ്വാതന്ത്ര്യം തരാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞു. രക്ഷയുടെ സന്തോഷം ശരീരത്തിലല്ല ഇരിക്കുന്നത്, മനസ്സിലല്ല ഇരിക്കുന്നത്, ആത്മാവില. അത് പോയതാ. സ്തോത്രം. അത് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചത് ദാവീദ്. സ്തോത്രം. ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആത്മാവിന്റെ വേദന, അങ്ങനെ ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ യേശു വന്നിട്ടുണ്ട്. ഉയരെന്ന് താഴെ ഇറങ്ങി വന്നത് ആ വേദന മാറ്റാനല്ലേ. ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും കർത്താവ് കുറ്റപ്പെടുത്തില്ല. അതിന് ഞാൻ പറഞ്ഞതുപോലെ പിഴുതു മാറ്റി ആത്മാവിൻ്റെ കഠിനമായ വേദന. പാപം കഠിനപ്പെടുന്നതോറും കഠിനമായ വേദന. സ്തോത്രം. ആ വേദനയെ തമ്പുരാൻ മാറ്റും. തമ്പുരാനും മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഇരിക്കുന്ന കസാരയിരുന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിലെന്നൊരു വേദനപ്പെട്ടൊരു സ്വരം കർത്താവിനോട് പറഞ്ഞാൽ മതി. ദൈവം അത് ഹല്ലേലൂയ ക്ഷമിച്ച് നിന്നെ സൗഖ്യമാക്കും. രണ്ട് മനസ്സിൻ്റെ വേദന ഞാൻ പറയാതെ അറിയാം. ഒരുപാട് വിഷയങ്ങൾ. ചിലർക്ക് മനസ്സിൻ്റെ വേദന മക്കളെക്കുറിച്ച് സ്വന്തം വിഷയമായിരിക്കത്തില്ല. ശരീരത്തിൻ്റെ വേദന പലപ്പോഴും മനസ്സിനെ തളർത്തത്തില്ല. മനസ്സിനെ തളർത്തുന്ന വേദനിപ്പിക്കുന്ന പല ഘടകങ്ങളാണ്. സ്തോത്രം. സ്വപ്നങ്ങളൊക്കെ സ്തോത്രം അസ്ഥാനത്താകുമ്പോൾ വേദന മനസ്സിന് വരും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. പക്ഷേ മനസ്സ് കഠിനമായ വേദനയിൽ ഇന്ന് പകലിരുന്നാലും ആ കഠിനമായ വേദന ഇന്ന് പകൽ കർത്താവ് മാറ്റും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നല്ല ഹല്ലേലൂയ പറഞ്ഞേ. 3 ശരീരത്തിൻ്റെ വേദന. അത് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും ഇന്ന് ചില വേദനകളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ശരീരത്തിന് വേദനയുണ്ട്. അത് രോഗനിമിത്തം വരും, മുറിവേൽക്കുമ്പോൾ വരും. ഹല്ലേലൂയ ഒരു കുത്തുവാക്ക് ശരീരത്തെ വേദനിപ്പിക്കുമോ? ശരീരത്തെ വേദനിപ്പിക്കും. മനസ്സിനെ തളർത്തുന്ന ശരീരത്തിനല്ല. തിരിച്ചറിയണം. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എവിടെയാ കഠിനമായ. അതുകൊണ്ടാണ് ഞാൻ അത്രയും നിന്ന് പറഞ്ഞത്. നിങ്ങൾ വിവേചിക്കണം, നിങ്ങൾക്ക് എവിടെയാ കഠിന വേദന. സ്തോത്രം. മനസ്സിനെയും ആത്മാവിനെയും തളർത്തുന്ന ഗൗരവത്തോടെ എടുക്കണം. അത് കർത്താവിനോട് അറിയിക്കണം. മറ്റു രോഗമാണെങ്കിൽ, ശരീരത്തിന്റെ വേദനയാണെങ്കിൽ സൗഖ്യദായകനാണ് യേശു. കുഷ്ഠരോഗിക്ക് ഹല്ലേലൂയ ശുദ്ധി വന്നപ്പോൾ അവന്റെ പാപം നീങ്ങി അവന് ശുദ്ധി മാത്രമല്ല, അവന് സൗഖ്യവും വന്നു. അത് തന്നെ ഇന്ന് പകൽ സംഭവിക്കും. ഹല്ലേലൂയ. ശുദ്ധീകരണം മാത്രമല്ല, ഹല്ലേലൂയ നിനക്ക് സൗഖ്യവും ദൈവം തരും. ആത്മാവ് ഹല്ലേലൂയ പറഞ്ഞ വിഷയമാണ് കഠിനമായ വേദന. എവിടെയാണെങ്കിലും ഹല്ലേലൂയ കർത്താവ് അത്. മനസ്സിന്റെ വേദന ഒത്തിരി ഉണ്ടെന്ന് തോന്നില്ല. എന്നെ ദയനീയമായിട്ട് നോക്കുക പിള്ളേര്, ഇല്ലേ? വേദനയുണ്ടോ? കർത്താവിനോട് പറ. അത് കഠിനപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അത് കഠിനപ്പെടുമ്പോഴാണ് ആത്മാവിന്റെ വേദന തിരിച്ചറിയാൻ പറ്റാതെ, പാപത്തിന്റെ ഭാരം കഠിനപ്പെട്ടിട്ട്, മനസ്സിന്റെ വേദന കഠിനപ്പെട്ടിട്ടാ അതിന്റെ പരിഹാരം അറിഞ്ഞൂടാതെ ഓരോന്ന് തീർന്നത് കയറയില്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? കാരണം അവര് എത്ര ലിറ്റർ മദ്യം എടുത്തൊഴിച്ചാലും അവൻ അതിനകത്തുനിന്ന് വിടുതൽ കിട്ടത്തില്ല. അവന് ബോധം കെട്ട് കിടന്നാലും കണ്ണു തുറക്കും, അവൻ വീണ്ടും പ്രശ്നം. അവൻ മാത്രമല്ല അവള്. മനുഷ്യൻ ഓടുന്ന കണ്ടിട്ടുണ്ടോ? ശരീരത്തിന്റെ വേദനയ്ക്ക് അവർ ആശുപത്രി പോകും, ഓപ്പറേഷനും അതും ഇതൊക്കെ പരിഹാരങ്ങളുണ്ട്. മറ്റു രണ്ടും നമുക്ക് നീക്കാൻ പറ്റത്തില്ല. അതിന്റെ ഗൗരവം നിങ്ങൾ എടുക്കണം. മാറ്റാൻ പറ്റുന്ന ഒരേ വ്യക്തിയേ ഉള്ളൂ. ആരാ? യേശു കർത്താവ്. പറഞ്ഞു നോക്കിയ പറഞ്ഞവനെല്ലാം സന്തോഷിച്ചിട്ടുണ്ട്. മനോവേദനയും ആത്മാവിന്റെ വേദനയും ഒക്കെ യേശുവിനോട് അറിയിച്ചവനെല്ലാം സന്തോഷിച്ചിട്ടുണ്ട്. ഞാൻ ഒച്ചയെടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒച്ചയെടുക്കാത്തത്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിന്റെ വേദന ആര് മാറ്റും? മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. അത്രയും മതി. മനോഭാരത്താല്, മനോവേദനയാല്, ആത്മാവിന്റെ ദുഃഖത്താൽ ഇരിക്കുമ്പോ ആരാ നല്ലവൻ? അയ്യോ, യേശു മാത്രം നല്ലവൻ. അപ്പനോട് പറഞ്ഞു നോക്കിയേ, അമ്മയോട് പറഞ്ഞു നോക്കിയേ, ടീച്ചറോട് പറഞ്ഞു നോക്കിയേ. നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവരെടുത്ത് ഈ മനോവേദനയും ഈ ഹല്ലേലൂയ ആത്മാവിന്റെ വേദനയും കൊണ്ടുപോയി എന്ത് ചെയ്തു തരാൻ പറ്റും? അവിടെ ആരും നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റത്തില്ല. അവിടെ നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റുന്ന യേശുവിനെ മാത്രമേ. നീ യേശുവിന്റെ അടുക്കൽ പോയാൽ ഈ പാട്ട് കൃത്യം അർത്ഥവത്തായിട്ട് പാടും.
എൻ്റെ എല്ലാ മനസ്സിൻ്റെ വേദനയും മാറ്റിയത് യേശു മാത്രമാണെന്ന് പറയും. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഹല്ലേലൂയ ആമേൻ ആ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. പറഞ്ഞ സ്വരം ഇതാണ്: കഠിന വേദന, കഠിന വേദന. കഠിന വേദനയും കൊണ്ട് ആരും ഇവിടെ നിന്ന് പോകരുതേ. കഠിന വേദന യേശുവിനോട് പറയണം. വീട്ടിലാരെങ്കിലും കഠിന വേദനപ്പെട്ട് മക്കളൊക്കെ അമ്മയെ നോക്കി കരയുന്നുണ്ടോ? അവൻ്റെ വേദനയല്ലേ അത്? പറ, എൻ്റെ മോൻ വേദനിച്ചിരിക്കുക, എൻ്റെ മകള് വേദനിച്ചിരിക്കുക. ആമേൻ. വിവിധ വിഷയങ്ങൾ പറയുന്നില്ല. എൻ്റെ ഭാര്യ വേദനിച്ചിരിക്കുക, അവളുടെ വേദന വലുതാ കർത്താവേ. ഇന്ന് പകൽക്കാലം അതിനൊരു പരിഹാരം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് പരിഹാരം വരുത്തും. ഉറപ്പാണ്. ഹല്ലേലൂയ. ചിലരെങ്കിലും വിടുവിക്കപ്പെടാതിരിക്കുമോ? ഒരാശ്വാസത്തോടെ നിങ്ങൾ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് നിന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ അധ്യായത്തിലേക്ക് മുമ്പിലേക്ക് വരുമ്പോൾ എടുക്കുന്നു വായിക്കുന്നു ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. ഇച്ചിരി കൂടെ മുമ്പോട്ട് വരുമ്പോൾ യേശു ശിഷ്യന്മാരും പടകിൽ കയറുക. പടകിനെ പിശാച് മറിക്കുക, വല്ലാതെ അങ്ങ് മറിക്കുക. ആമേൻ. ശിഷ്യന്മാരെ നിലവിളിക്കുക, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നീ ചാകുന്നെങ്കിൽ ചാകടാന്നല്ല. സ്തോത്രം. എനിക്ക് വിചാരമുണ്ട്. നീ നശിക്കുന്നതിൽ എനിക്ക് വിചാരമുണ്ട്. നീ വിചാരിക്കും ഞാൻ ഉറങ്ങുമെന്ന്. പക്ഷെ തക്ക സമയത്ത് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആമേൻ. എത്തേണ്ടടുത്ത് അവരെ എത്തിച്ചു. കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? യേശു വന്നാൽ നീ യേശുവിനെ കാണുന്നത് തെറ്റിദ്ധരിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കരുത്. വളരെ ഗൗരവത്തോടെ എടുക്കണം. നിന്റെ പടക ആടി ഉലയുമ്പോൾ, നീ മുങ്ങിത്താഴുമ്പോൾ വിചാരം ഇല്ലേ കർത്താവേ എന്ന് ചോദിച്ചാൽ, ആമേൻ. സ്തോത്രം. മിണ്ടാണ്ടിരിടാ എന്ന് പറയത്തില്ല, ഉറങ്ങാൻ സമ്മതിക്കത്തില്ലടാ എന്നൊന്നും ചോദിക്കത്തില്ല. പ്രിയരെ, വിചാരമുണ്ട്. ഇടം വലം വിടാതെ നിന്റെ പടക് ഇപ്പം മുങ്ങണോ നാളെ മുങ്ങണോ എന്ന് പറഞ്ഞ് ആടി ഒലയുക. പിശാച് നിന്റെ ജീവിത പടകിനെ മറിക്കാൻ ശ്രമിക്കുക. അത് മുങ്ങുമെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുക. ഇവിടെ ഇരുന്ന് ആരെയും വിളിക്കല്ലേ. തുഴഞ്ഞത് മതി, അധ്വാനിച്ചത് മതി. നിന്റെ കയ്യിൽ നിൽക്കത്തില്ല. പിശാച് അടുപ്പിക്കുന്ന കാറ്റ് നിന്റെ കയ്യിൽ നിൽക്കത്തില്ല. രോഗമാണെങ്കിലും ശാപമാണെങ്കിലും മന്ത്രവാദമാണെങ്കിലും നിന്റെ കുടുംബത്തെ തകർക്കുന്നതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം പിശാചാണെങ്കിൽ നീയും ഭർത്താവും മക്കളും ഒരുമിച്ച് ചേർന്ന് ഇടം വലം തുഴഞ്ഞാൽ 1 ഇഞ്ച് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഗൗരവത്തോടെ ഇതൂത് പറയുക, ഗൗരവത്തോടെ പറയുക. നീ എത്ര തുഴഞ്ഞാൽ ആയുസ് മുഴുവൻ നിന്റെ നടുവൊടിയുന്നല്ലാതെ ഈ പടക് നിനക്ക് അക്കരെ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. ശുഭതയിലേക്ക് എത്തത്തില്ല, നന്മയിലേക്ക് എത്തത്തില്ല, അനുഗ്രഹത്തിലേക്ക് എത്തത്തില്ല. അത് മുങ്ങും, അല്ലെങ്കിൽ പിശാച് മുക്കിയിരിക്കും. അതിനായി കാറ്റ്, മുക്കാനാ കാറ്റ്. ഇന്ന് പകൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പറ, ആമേൻ. കർത്താവേ, ഞങ്ങൾ തകരാൻ പോവുക, ഞങ്ങളുടെ പടക് മുങ്ങാൻ പോവുക. 2024 ഒരു ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ ഞാൻ തകരും. അത് പാപത്താലാണെങ്കിൽ ശാപത്ത്, എന്തു വിഷയമാകട്ടെ, ഒരു കാറ്റ് നിനക്കെതിരെ അടിക്കുന്നെങ്കിൽ നീ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കരുത്. നീ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കരുത്. പിശാച് അടിപ്പിച്ച കാറ്റിന്റെ ഉദ്ദേശം നിന്നെ മുക്കുക എന്നാ. നീ അതിനെ നിന്റെ കർത്താവിനെ ഇന്ന് പകൽ വിളിച്ചാൽ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ എഴുന്നേക്കും. അവൻ ശാസിച്ചു കാറ്റിനെ, കടലിനെ ശാസിച്ചു, പറഞ്ഞതനുസരിച്ചു. കണ്ടവരൊക്കെല്ലാം അത്ഭുതം വന്നു. സ്തോത്രം. എത്രയോ മണിക്കൂറുകൾ വ്യാകുലപ്പെട്ട വിഷയത്തെ തമ്പുരാൻ ശാസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വിടുതൽ കർത്താവിൻ്റെ കയ്യിലായി ഇന്ന് പകൽക്കാലം. പക്ഷെ ദൈവസന്നിധി വരുമ്പോൾ ഞാൻ പറയട്ടെ, പരമാർത്ഥ മനസ്സോടെ ഇന്ന് പകലുക. ഇച്ചിരി കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ 2 ഭൂതഗ്രസ്തർ ഓടി വരിക. സ്തോത്രം. നമുക്കറിയാം. സ്തോത്രം. ഗദരദേശത്ത് നടന്ന വിഷയമാണ്. ആ അധ്യായത്തിലുള്ളതാ. ഏറിയ കാലം കൊണ്ട് തകർത്തു. പക്ഷെ തമ്പുരാൻ അതിൻ്റെ കെട്ടും പൊട്ടിച്ചു. ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് താപ്പോട്ട് ഇറങ്ങി വന്നു, താഴോട്ട് ഇറങ്ങി വന്നു, മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. അവൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ എത്ര പേര് വിടുതൽ, ഹല്ലേലൂയ, എത്ര പേര് അത്ഭുതം. ഇന്ന് പകൽ യേശു കർത്താവ് ഇതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദൂത് തന്ന കർത്താവ് ഇതിൻ്റെ അകത്തുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആമേൻ. നീ ദൈവത്തോട് നിലവിളിച്ചാൽ ഇന്ന് പകൽ മറുപടി ഇല്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ. അവസാനമായി ഇനി ഒരിക്കൽ കൂടെ യേശു കർത്താവ് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുക. സ്തോത്രം. ഇറങ്ങി വരാൻ പോവാ. എന്തിനാണെന്നറിയോ? നീ ഞാനും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച്, ആമേൻ, ഈ വചനങ്ങളൊക്കെ കേട്ട് അനുസരിച്ച് ഏറ്റെടുത്ത്, ആമേൻ, അവനായി കാത്തിരിക്കുമ്പോൾ, ആമേൻ, ഈ കഷ്ടത നിറഞ്ഞ കാലത്ത് ലോകത്ത് നിന്ന് നിന്നെ കൈക്കൊള്ളാൻ യേശു കർത്താവ് വീണ്ടും ഇറങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ. അത് നമുക്ക് നിത്യമായ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ പറഞ്ഞില്ലേ, സ്നാനപ്പെട്ടവർക്ക് വേണ്ടി വലിയ ആവേശം കൊള്ളുന്നത്. കാര്യം എന്നാണെന്നറിയാമോ? ഒരു ദിവസം അവൻ ഹല്ലേലൂയ വീണ്ടും മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും, എന്നെയും നിന്നെയും ചേർക്കാൻ. എന്നിട്ട് നാമും എൻ്റെ കർത്താവുമായിട്ട് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. അന്ന് നമുക്ക് മഹാസന്തോഷമാണ്. ഞാൻ പറയട്ടെ, യേശു കർത്താവ് ഇറങ്ങി വന്നാൽ വിടുതല. ഇന്ന് പകൽ അവൻ ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്.
ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വന്ന കർത്താവ് നിന്റെയും എൻ്റെയും ഹൃദയം കണ്ട് പറഞ്ഞ വാക്കുകളാണ് ചെറിയ സന്ദേശത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ നമ്മൾ കേട്ടത്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതൊരു വിടുതലിന് വേണ്ടി, ഒരുപാട് ആശ്വാസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന കൂട്ടായ്മ. നമ്മോടുള്ള സ്നേഹമാണ് ദൈവവചനത്തിൽ കൂടെ കർത്താവ് നമ്മോട് അറിയിച്ചു കൊണ്ടിരുന്നത്. നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ ഹല്ലേലൂയ, നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, കർത്താവേ ഞാൻ തകർന്നു പോയി, അതൊന്ന് പാപത്തിലാണെങ്കിൽ എല്ലാവരും കണ്ണടച്ച് കേട്ടെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പിലേക്ക് വരണമെങ്കിൽ വരാം. സ്തോത്രം. 1:10 നമ്മൾ ഈ ആരാധന നിർത്തും. സ്തോത്രം. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് നിങ്ങളെ ശോധന ചെയ്തേ. നിങ്ങളെ ഹല്ലേലൂയ എവിടെയെങ്കിലും ഞാൻ പറയട്ടെ, ആർക്കും നമ്മുടെ ജീവിതത്തിൽ മറുപടി പറയാൻ പറ്റാത്ത വിഷയമാണ് നമ്മുടെ പാപം. അത് നമ്മളെ തകർത്തുകളെ ഇന്നും എന്നും നമ്മളെ തകർത്തുകളെ. ഈ ഭൂമിയിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ അതിൻ്റെ പരിഹാരം പലർക്കും അറിയാത്ത. അതിലൊന്ന് സ്വാതന്ത്ര്യം എടുത്തൊന്ന് സന്തോഷത്തോടെ സ്തുതിക്കാൻ, കർത്താവിൻ്റെ ആനന്ദിക്കാൻ പറ്റത്തില്ല. ഇന്നലകളിലെ ഓർമ്മകൾ കണ്ണടച്ച് വാക്ക് കേൾക്കണേ. കണ്ണടച്ച് വാക്ക് കേട്ട് പ്രാർത്ഥിക്കണേ. ഇന്നലകളിലെ ഓർമ്മകൾ, ഇന്നലകളിലെ പാപങ്ങൾ, ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ നിന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ പലപ്പോഴും ദൈവസന്നിധിയിൽ ഓടി വരുമ്പോഴും, പലപ്പോഴും തുള്ളിച്ചാടി ആരാധിക്കണമെന്നൊക്കെ പറയുമ്പോഴും, ഒരു കൃപ ഏറ്റെടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഞാനതിന് യോഗ്യനല്ല, എന്നെ അതിന് കൊള്ളത്തില്ലെന്നൊക്കെ തോന്നുന്ന ചില തോന്നലുകൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ ഇന്ന് പകൽ നിന്റെ പാപത്തെ പൂർണ്ണമായി എൻ്റെ യേശു കർത്താവ് ക്ഷമിക്കും. പൂർണ്ണമായി ക്ഷമിച്ച് നിന്റെ കഠിന വേദനയെ ഇന്ന് മാറ്റും. ഹല്ലേലൂയ. കുഷ്ഠം പോലെ അശുദ്ധി വേറെ ഇല്ലല്ലോ. കുഷ്ഠം പോലെ അശുദ്ധി വേറെ ഇല്ലല്ലോ. അവനെ തൊടാൻ കരുണയുള്ളവൻ നിന്റെ ഏത് ഹല്ലേലൂയ അവസ്ഥയ്ക്കകത്തും നിന്നെ തൊട്ട് നിന്നെ ശുദ്ധീകരിച്ച് ആ കരം നിന്റെ മേൽ വെക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നീ കരയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം തരാൻ ദൈവം മതിയായവനാണ്. എത്ര പേർ അങ്ങനെ ദൈവത്തോട് പറഞ്ഞു? ഒരു മിനിറ്റ് നിങ്ങളെങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമാണ്, അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രിയരെ, പാപത്തിൻ്റെ മോചനത്തിനാണ് സ്നാനം. ഹല്ലേലൂയ. അതെടുക്കാത്ത ആരെങ്കിലും ഇന്ന് തീരുമാനിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഇത് ഹല്ലേലൂയ സുപ്രസാദ സമയമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം ഞങ്ങളെ നിർത്തിയത്. യേശു കർത്താവ് അതിനും ഇന്ന് പകൽ ഇറങ്ങി വന്നല്ലോ. അവൻ നിന്നെ തൊടട്ടെ, അവൻ നിന്നെ വേർതിരിക്കട്ടെ. ഹല്ലേലൂയ. കൊച്ചുമക്കളെല്ലാം കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ച്, ഈ പ്രാഗൽഭ്യം പോരെ നമുക്ക്, എനിക്ക് എൻ്റെ യേശുവിനോട് അടുച്ചിരിക്കണം. ഇന്ന് പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്. അതിൻ്റെ അപ്പുറത്തൊരു വലിയ വിടുതലിൻ്റെ പകലായത്. നിങ്ങളിത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമായും വിടുതലായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ തൊടാൻ പോകുക. അത്ഭുത മന്ത്രിയായവൻ നിങ്ങളെ തൊടാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും സൗഖ്യമാക്കാൻ പറ്റാത്ത കുഷ്ഠരോഗം, ആർക്കും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത പക്ഷപാതം, ആർക്കും ശാന്തമാക്കാൻ പറ്റാത്ത പടക്, ആർക്കും വിടുതൽ കൊടുക്കാൻ പറ്റാത്ത പൈശാചിക ശക്തി, ഇതിൻ്റെ അകത്തെല്ലാം ഇറങ്ങി വന്ന കർത്താവ് വിടുതൽ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കർത്താവ്, ഇന്ന് പകൽ നിന്നെ എന്നെ സ്നേഹിച്ചു വന്ന കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക കർത്താവ്. അത്ഭുതങ്ങളെ ഇതിനകത്ത് ചെയ്യാൻ പോകുക. കണ്ണടച്ച് സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. നിങ്ങളും ദൈവവുമായി സംസാരിച്ച്, ഇതൊരു സുവർണ അവസരമാണ്, ഇതൊരു സുവർണ അവസരമാണ്, ഇതൊരു ഹല്ലേലൂയ നല്ല പകൽക്കാലമാണ്, നല്ല പകൽക്കാലമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് വായി തുറന്നേ പ്രിയരെ. ദൈവസന്നിധിയിൽ വായി തുറന്ന് പ്രാർത്ഥിച്ചേ. വായി തുറന്ന് പ്രാർത്ഥിച്ച്, വായി തുറന്ന് പ്രാർത്ഥിച്ച്. നല്ല കർത്താവ്, വിശ്വസ്തനായ കർത്താവ് ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഒരു തീരുമാനമില്ലാതെ ആരും പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആ നയമാൻ, ആ കുഷ്ഠരോഗി ഒത്തിരി വിസമ്മതിച്ചു, താൻ ഒത്തിരി അഹങ്കരിച്ചു, ഒരുപാട് ഹല്ലേലൂയ വിധികളൊക്കെ അവൻ നിർണയിച്ചെങ്കിൽ ആ കൊച്ചുകുട്ടി പറഞ്ഞതനുസരിച്ച്, പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവൻ ആ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ ഒരു വിടുതൽ കർത്താവ് തന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ അനുസരണത്തെ കൊതിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ അനുസരണത്തെ കൊതിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ 2-3 മിനിറ്റ് ആരാധിക്കാനും തുടങ്ങുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതുവരെ യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചില്ല എന്നുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ കൽപ്പനയായ സ്നാനം അനുസരിക്കാതെ നിൽക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തീരുമാനമുണ്ടോ?
ആമേൻ. പൊതുസഭയിൽ ഹാലലൂയ കർത്താവിൻ്റെ വചനം അങ്ങനെയാ, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റു പറയണം. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കണ്ണുകളെല്ലാം അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി, രണ്ടുപേർ ഇതിനകത്ത് ഒരുങ്ങിയിരിപ്പുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ദൈവം അവസരം തരുന്ന സമയത്ത് ഞാനത് ചെയ്യാൻ ഒരുക്കം എന്ന് ഇന്ന് പകൽ ആരെങ്കിലും തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് ഹാലലൂയ ലജ്ജയില്ലാതെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ, എനിക്കറിയത്തില്ല ഈ സന്ദേശത്തിന് മുമ്പാകെ ആരെങ്കിലും കർത്താവേ ആ വിശുദ്ധ കൽപ്പന അനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, ആ ഹാലലൂയ സ്നാനം എടുക്കാതെ, ഹാലലൂയ മുഴുകൽ സ്നാനം എടുത്തവരല്ല, എടുക്കാതെ ആമേൻ ഹാലലൂയ ഉള്ള ആരെങ്കിലും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നെങ്കിൽ അവരുടെ കരമൊന്ന് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരൻ കരമുയർത്താൻ തീരുമാനിച്ചു നിൽക്കുക. സ്തോത്രം. മറ്റാരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് അവസരം തരുന്ന സമയം അത് സത്യമാണ്, ഞാൻ എൻ്റെ കർത്താവിനെ അനുസരിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി പിടിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.